യുക്തിവാദി സംഘം പാലക്കാട് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കുന്നു. എനിക്ക് മുന്നേ സംസാരിച്ച പ്രശാന്ത്, ഇനി സംസാരിക്കാനിരിക്കുന്ന ഡോക്ടർ അരുൺ, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം സഹോദരൻ്റെ ജാതി എന്നാണ്. സഹോദരൻ അയ്യപ്പൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. സഹോദരൻ അയ്യപ്പനെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം സംസാരിച്ചിട്ട് വേണം അതിലേക്ക് കടക്കാൻ. നമുക്കൊക്കെ ആദരണീയനായ ശാസ്ത്രപ്രചാരകനും അധ്യാപകനുമായ പ്രൊഫസർ സി രവിചന്ദ്രൻ സംവരണ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ സംവരണത്തിൻ്റെ ദോഷവശങ്ങളുടെ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് കടക്കുന്നത് സഹോദരനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സവർക്കറുമായി സഹോദരൻ അയ്യപ്പനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ സഹോദരൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ, അല്ലെങ്കിൽ പത്രമായും വാരികയും മാസികയുമായൊക്കെ കേരളത്തിൽ പുറത്തിറങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സഹോദരൻ എന്ന് പറയുന്ന മാഗസിൻ്റെ ഒന്നാമത്തെ ലക്കത്തിൽ ആമുഖ പ്രസ്താവന എന്ന നിലയിൽ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫിനെ സ്ലൈഡായി അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വാദമുഖങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അതൊരു നുണയാണോ അതോ അറിവില്ലായ്മയാണോ എന്ന കാര്യത്തിൽ എനിക്ക് അറിയില്ല, അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹം അത് ആരംഭിക്കുന്നത് സഹോദരൻ്റെ ആമുഖ പ്രസ്താവന നാരായണ ഗുരു എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ഒരു പ്രസ്താവനയായി കൊടുത്തിട്ടാണ്, പറഞ്ഞുകൊണ്ടും സ്ലൈഡിൽ പടം വെച്ച് കൊടുത്തിട്ടുമാണ് അത് ആരംഭിക്കുന്നത്. അതിൽ പറയുന്ന ഒരാശയം എന്ന് പറയുന്നത്, ജാതിയുടെ കാര്യത്തിൽ നമ്പൂതിരി മാത്രമല്ല കുറ്റക്കാരൻ, മുഴുവൻ സമുദായങ്ങളും ജാതിയുടെ കാര്യത്തിൽ കുറ്റക്കാരാണ്, ആ വ്യത്യാസമില്ലാതായി പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ഈ ആശയത്തോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് സഹോദരൻ നിലകൊണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൽ പറ്റിയൊരു പ്രശ്നം, ഈ പറയുന്ന ആമുഖ പ്രസ്താവന സഹോദരൻ എഴുതിയതാണ്. അതായത് ഞാൻ ഗുരുവിൻ്റെ ആശയത്തോടാണ് യോജിക്കുന്നതെന്ന് സഹോദരൻ അതിന് ഓപ്പോസിറ്റാണെന്നും പറയുന്ന പ്രൊഫസർ സി രവിചന്ദ്രൻ യോജിക്കുന്നു എന്ന് പറയുന്ന ആ പ്രസ്താവന സഹോദരൻ തന്നെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതോടുകൂടി തന്നെ സഹോദരനുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എന്ന് പറയുന്നതൊരു പൊളിഞ്ഞ വാദമായി അപ്പം തന്നെ മാറുന്നുണ്ട്. അപ്പം അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, സഹോദരൻ അയ്യപ്പനെ സവർക്കറുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ മുഖ്യമായിട്ടുള്ള ആശയങ്ങൾ നിലനിൽക്കുന്നത്, പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ആശയം നിലനിൽക്കുന്നത് തുല്യത എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ്. മനുഷ്യരെല്ലാവരും ജന്മനാ സമന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് SNDP യോഗത്തിൻ്റെ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിന് സഹോദരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നിരവധി സാമുദായിക പ്രാതിനിധ്യവാദത്തെ സംബന്ധിച്ചിട്ടായാലും നിരവധി ഇടങ്ങളിൽ സഹോദരൻ്റെ കൃതികളിലും ജീവിതത്തിലും ഉടനീളം മനുഷ്യർ തുല്യരാണെന്നും ജാതി വ്യത്യാസം ഇല്ലാതെയാകണമെന്നും ജാതിക്ക് അതീതരായി മനുഷ്യർ ഒരു സമുദായമായി മാറണമെന്നുള്ള കേന്ദ്ര ആശയത്തെ മുൻനിർത്തിയാണ് സഹോദരൻ എന്നും സംസാരിച്ചു വന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്യൻ റിനൈസൻസിൻ്റെ കേരളത്തിലെ പ്രോദ്ഘാടകൻ സഹോദരൻ അയ്യപ്പനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കേരളത്തിൽ നടന്ന നവോത്ഥാനം യൂറോപ്യൻ റിനൈസൻസിൻ്റെ ശൈലിയിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച നവോത്ഥാനം തീർച്ചയായിട്ടും മതത്തിനെ മാറ്റി അവിടെ മാനവികതയെ, യുക്തിയെ, സയൻസിനെ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായ അന്വേഷണങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിനെ ആ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുക എന്ന ആശയം സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചിരുന്നു. മതങ്ങൾ എന്നുള്ളത്, മതങ്ങളും ജാതിയും ദൈവവും ലോകത്തിന് വിനാശകരമാണെന്നും മനുഷ്യർക്ക് വിനാശകരമാണെന്നും അതില്ലാതെയാകണമെന്നുള്ള ആശയം സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വയ്ക്കുന്നു. ഹ്യൂമനിസം എന്ന് പറയുന്ന ഇന്ന് പല യുക്തിവാദ പ്രചാരകരും പറയുന്ന തരത്തിലുള്ളതല്ലെങ്കിൽ പോലും ഹ്യൂമനിസം, അതിൻ്റെ വ്യത്യാസം ഞാൻ പിന്നാലെ പറയാം, ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഇത്തരം ആശയങ്ങളെ കേന്ദ്രപ്പെടുത്തിയിട്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ ചിന്താധാര പ്രവർത്തിക്കുന്നത്. അതിൽ സവർക്കറുടെ ചിന്താധാര പ്രവർത്തിക്കുന്നത്, സവർക്കറുമായിട്ട് താരതമ്യം സംഭവിക്കുന്നത്, സവർക്കർ ഒരു നാസ്തികനാണ്.
ഈശ്വര വിശ്വാസമില്ലാത്തയാളാണ്. സവർക്കർ ഹിന്ദു മതത്തിൻ്റെ പ്രാമാണ്യതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളാണ്. സഹോദരൻ അയ്യപ്പൻ നാസ്തികനാണ്, സഹോദരൻ അയ്യപ്പൻ ജാതി പറഞ്ഞയാളാണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്, ഇവർ രണ്ടുപേരും തുല്യരാണ് എന്നുള്ളതാണ് അദ്ദേഹം വയ്ക്കുന്ന ഇക്വേഷൻ. സവർക്കർ എന്തായിരുന്നു? സവർക്കർ നാസ്തികനായിരുന്നു, തീർച്ചയായിട്ടും നാസ്തികനായിരുന്നു. അതിൽ രസകരമായിട്ടുള്ളൊരു എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാനുള്ളത്, നിരീശ്വരവാദിയായിരുന്നു കൊണ്ട് RSSൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നിരീശ്വരവാദി ആയിരിക്കുക എന്നുള്ളത് സംഖ്യാവാനുള്ള ഒരു യോഗ്യതയില്ലായ്മയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ നിരീശ്വരവാദി ആയിരിക്കുന്ന കാലത്ത് തന്നെ RSSൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഉപേക്ഷിക്കേണ്ടതാണെന്ന് എനിക്ക് അന്ന് RSSൽ ഇരിക്കുമ്പോൾ തോന്നിയിട്ടില്ല. കാരണം നിരീശ്വരവാദി ആയിരുന്നാലും നിങ്ങൾക്ക് RSSലേക്ക് സ്വാഗതം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയാണ് RSS. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും സംഖ്യയായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു സവർക്കർ നാസ്തികനാണ്. സവർക്കർ പറഞ്ഞിരുന്നത് ജാതിയെപ്പറ്റി മിണ്ടരുത് എന്നാണ്. ജാതിയൊന്നുമില്ല, ഹിന്ദുക്കളൊന്നാണ്, ജാതിയെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ കുഴപ്പമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് സവർക്കർ. ഒപ്പം അദ്ദേഹം സംവരണ വിരുദ്ധനായിരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു നാസ്തികനായിരുന്നു സവർക്കർ. അപ്പോൾ സവർക്കറോട് ആരെയാണ് താരതമ്യപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ കുറച്ച് യുക്തിപരമായി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സഹോദരനെ പറ്റി നിരവധി ആളുകൾ ചരിത്രത്തിൽ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സഹോദരനെ വേദിയിലിരുത്തി പറഞ്ഞത്, മാർക്സിനേക്കാൾ മുൻപ് ഞാൻ വിപ്ലവം എന്തെന്നറിഞ്ഞത് അയ്യപ്പ മാസ്റ്ററിലൂടെയാണ് എന്നാണ് EMS പറഞ്ഞത്. P. കേശവദേവ് അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. P. കേശവദേവ് പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരാളെയും മാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ഒരാളെ മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അയ്യപ്പൻ മാസ്റ്ററെയാണ്, എൻ്റെ അയ്യപ്പൻ മാസ്റ്ററെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. VT ഭട്ടതിരിപ്പാട് പറഞ്ഞത് രസകരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. VT ഭട്ടതിരിപ്പാട് പറഞ്ഞത്, ഞാൻ ചെറുപ്പകാലത്തെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഞാനൊരു അയ്യപ്പ ഭക്തനായിരുന്നു. അന്ന് എനിക്ക് കുടുംബം വക ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ പൂജകൾ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ വിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ അയ്യപ്പ ഭക്തി വിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അയ്യപ്പ ഭക്തിക്ക് പ്രേരകനായ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനായിരുന്നു എന്നാണ് VT ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അപ്പം അത്തരത്തിൽ ചരിത്രത്തിൽ അങ്ങനെ മുഴുവൻ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച, ഒരുപാട് പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അയ്യപ്പൻ. കേരളത്തിൽ ആദ്യമായി മിശ്രവിവാഹ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകൻ സഹോദരൻ അയ്യപ്പനാണ്. യുക്തിവാദ സാഹിത്യം ആരംഭിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്, അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യമായി വോട്ടവകാശവും തുല്യമായി വേതനവും സ്ത്രീക്ക് പുരുഷനൊപ്പം സ്വാതന്ത്ര്യങ്ങളും വേണമെന്ന് വാദിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. അത്തരത്തിൽ നിരവധിയായ പ്രസ്ഥാനങ്ങളുടെ, ഇന്ന് മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തുടക്കക്കാരിൽ ഒരാളാണ്. മനുഷ്യാവകാശം എന്ന വാക്ക് പാശ്ചാത്യ ചിന്തയിൽ നിന്നും കടമെടുത്തുകൊണ്ട് അതിനുവേണ്ടി നിരന്തരമായി വാദിച്ച ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അങ്ങനെ ഇന്ന് കാണുന്ന നിരവധി പ്രസ്ഥാനങ്ങളുടെ പ്രോദ്ഘാടകനോ അല്ലെങ്കിൽ തുടക്കം കുറിച്ച ആളുകളിൽ ഒരാളോ ആയ, ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക സന്ധിയിൽ സഹോദരന് മുൻപും ശേഷവുമെന്ന് കേരള ചരിത്രത്തെ വിഭജിക്കാൻ തക്കവണ്ണം കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ചരിത്ര കാലഘട്ടം കൂടി നമ്മൾ ഓർക്കണം. സഹോദരൻ തീർച്ചയായിട്ടും ജാതിക്കെതിരെ സംസാരിച്ച ആളായിരുന്നു. എന്നാൽ ജാതിയെ പറ്റിയും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നിലെ പറയാം. നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മൾ ചരിത്രപരത എന്നൊന്നുണ്ട്. ചരിത്രപരത എന്ന് പറയുമ്പോൾ ഒരു ചരിത്രത്തെ നമ്മൾ ആധാരമാക്കി സംസാരിക്കുമ്പോൾ ആ ചരിത്രത്തെ ഈ കാലഘട്ടത്തിൽ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ഈ സംഭവ വികാസങ്ങൾ നടന്ന ചരിത്ര കാലഘട്ടം ഏതാണ് എന്നുള്ള ഒരു പരിഗണന കൂടി നൽകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്ന് ആരെങ്കിലും ഈ റോഡിലൂടെ വില്ലുവണ്ടി ഓടിച്ചു പോയാൽ അതൊരു വിപ്ലവമൊന്നുമല്ല. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും പിന്നാക്ക ജാതിക്കാരനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി പ്രതിഷ്ഠ നടത്തിയാൽ അതൊരു വിപ്ലവമൊന്നുമല്ല. അത് വിപ്ലവമാകുന്നത് അതിന് പൂർണ്ണമായ അവകാശ നിഷേധമുണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിൻ്റെ ആക്രമണങ്ങളും ഭീഷണികളും നിഷേധങ്ങളും നിലനിന്നിരുന്നൊരു പ്രത്യേക കാലഘട്ടത്തിൽ, അധികാരം മുഴുവനായി മറ്റാരുടെയോ കയ്യിലായിരുന്ന കാലഘട്ടത്തിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അത് ചെയ്തു തീർക്കുമ്പോഴാണ് അതിനെ നമ്മൾ വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയും നാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠയും, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ പുലയ സമുദായക്കാരനായിട്ടുള്ള
ഒരു വ്യക്തി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പം അത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഈ ചരിത്രപരത കൂടി ഈ നവീന കാലഘട്ടത്തെ അതിനോട് താരതമ്യപ്പെടുത്തുന്നതിനോടൊപ്പം ചരിത്രപരത കൂടി താരതമ്യം ചെയ്തിട്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സമീപിക്കാനെന്ന് ആമുഖമായി പറഞ്ഞിട്ട് ഞാൻ ആരംഭിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന സ്ഥലം ചെറായിലായിരുന്നു, നമുക്കറിയാം. വൈപ്പിങ്ങരയിലാണ്. വൈപ്പിങ്ങരയിലെ ആദ്യത്തെ ബിരുദധാരിയാണ്. വൈപ്പിങ്ങരയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ചേർക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ഭക്തനും ആത്മീയവാദിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്, സന്യാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പലപ്പോഴും പറയാറുണ്ട്. സഹോദരൻ്റെ വീടുകളിൽ ഈഴവ കുടുംബമായിരുന്നു. പക്ഷേ പുലയരെയോ പറയരോ വേലന്മാരെയോ ഒന്നും വീട്ടിൽ കയറ്റിയിരുന്നില്ല. ഈഴവരും നമ്പൂതിരിമാരെ പോലെ, നായന്മാരെ പോലെ ഈഴവരും പുലയരും എല്ലാവരും ജാതി ആചരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. അതിൽ കുറ്റക്കാരാരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ കയറ്റിയിരുന്നില്ലെങ്കിലും സഹോദരൻ അയ്യപ്പൻ്റെ അച്ഛൻ വേലന്മാർ അവിടെ വീട്ടിൽ ജോലിക്ക് വരുമ്പോൾ അവരോടൊപ്പം പോയിരുന്ന് ജോലി ചെയ്യുകയും ഭക്ഷണം അവരോടൊപ്പം ഇരുന്ന് കഴിക്കുകയും അവർ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന പാത്രങ്ങളിൽ തന്നെ ഭക്ഷിക്കുകയും വീട്ടിലതൊരു ശീലമായി വളർത്തിയെടുത്തിരുന്ന ജാതിയെ വീടിനകത്ത് കയറ്റിയിരുന്നില്ല എന്നുള്ളത് അന്നത്തെ നാട്ടിലെ ദുരാചാരമായിരുന്നു. അതിനപ്പുറത്തേക്ക് വീട്ടിൽ വരുന്ന അത്തരം ആളുകളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, മിശ്രവിവാഹം 1917 സഹോദരൻ അയ്യപ്പൻ നടത്തുമ്പോൾ സഹോദരൻ അയ്യപ്പനെ കണ്ണി കണ്ട ആളുകളടക്കം സമുദായ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ അച്ഛൻ അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്, കുമ്പളത്ത് പറമ്പിൽ എന്ന് പറയുന്ന തറവാട്. അപ്പം അങ്ങനെ സഹോദരൻ അയ്യപ്പൻ്റെ ബാല്യത്തിൽ അദ്ദേഹം ഒരു ആത്മീയവാദിയും ഒക്കെയാണ്. പിന്നീട് അദ്ദേഹം വേദാന്തത്തിലേക്കൊക്കെ തിരിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നൊരു അനുഭവം അദ്ദേഹം പലപ്പോഴായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ അനുഭവം എങ്ങനെയാണ്? അദ്ദേഹത്തിന് പലപ്പോഴും പഠിക്കാൻ പോകുമ്പോൾ നായന്മാരുടെയോ നമ്പൂതിരിമാരുടെയോ ഒക്കെ ജാതീയമായ വേർതിരിവിനും ചീത്തയ്ക്കും ഒക്കെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ച സംഭവം, അദ്ദേഹത്തിന് കുറേ പുലയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലൊരു പുലയ ബാലൻ അദ്ദേഹത്തെ കുറേ നാളായിട്ട് കാണാനില്ല. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് വീട്ടിൽ ചെന്നു. സഹോദരൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സുഖക്കേടാണെന്ന് അറിഞ്ഞു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നാട്ടിലൊരു ഈഴവ പ്രമാണി ഉണ്ടായിരുന്നു. ഈഴവ പ്രമാണി നടന്നു പോകുമ്പോൾ പുലയ ബാലൻ എതിരെ വരുന്നു. പുലയ ബാലനോട് വഴി നടക്കാൻ പറഞ്ഞു. അവൻ നടന്നില്ല. അങ്ങനെ അവനെ അടിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി ഈഴവ പ്രമാണി. അങ്ങനെയാണ് ഇവന് സുഖക്കേടുണ്ടാവുന്നത്. അപ്പോൾ സഹോദരനെ ബാല്യത്തിൽ വളരെ സ്വാധീനിച്ച ഒരു സംഭവമായിട്ട് സഹോദരൻ പിന്നീട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അദ്ദേഹത്തിന് എപ്പോഴാണ് മനസ്സിലായത്, താൻ നേരിടുന്ന ഈ ജാതി വിവേചനം തനിക്ക് നേരെ മാത്രമല്ല, മറിച്ച് തൻ്റെ സമുദായം അതിലും പിന്നോക്കക്കാരെന്ന് കരുതപ്പെടുന്ന സമുദായങ്ങളോടും ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ആ സമയം മുതലേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് പിന്നീട് എപ്പോഴും ഈഴവരോടക്കമുള്ളവരോട് നിരന്തരമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അജയ് ശേഖറിൻ്റെ സഹോദരൻ അയ്യപ്പനെ പറ്റിയുള്ള പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നൊരാശയം, സഹോദരൻ അയ്യപ്പൻ പിന്തുടർന്നിരുന്നത് ദലിതീകരണം എന്ന് പറയുന്നൊരാശയമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയും. കാരണം സഹോദരൻ അയ്യപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഈഴവർ പുലയരായാലേ മനുഷ്യരാവൂ എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു പരിസ്ഥിതിയിലുള്ള പ്രത്യേകത ജാതിയെ മറികടക്കാൻ അന്നും ഇത് തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ നിരന്തരമായി പറഞ്ഞിരുന്ന കാര്യം, ഈഴവർക്ക് ജാതിക്കെതിരെ പോരാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. അവരുടെ ആഗ്രഹം സവർണർക്കൊപ്പം പോകണമെന്നും സവർണർക്കൊപ്പം അമ്പലത്തിൽ കയറണമെന്നും സവർണർക്കൊപ്പം ആചാരങ്ങളിൽ പങ്കുചേരണമെന്നുമുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അന്നത്തെ ഈഴവർക്കുള്ളത്. അവർക്ക് പുലയരെ കൂടെ കൂട്ടണമെന്നോ അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, അവരെ അടിച്ചിരുത്തണമെന്ന ആഗ്രഹമാണ് ഈഴവർക്കുള്ളത്. എല്ലാ സമുദായങ്ങളുടെയും ജാതി വിരുദ്ധതയുടെ കാതൽ ഇതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുകളിലുള്ള സമുദായങ്ങൾക്കൊപ്പം പോകണം, അവരോടൊപ്പം ഇരിക്കണം, ഇതെല്ലാം ചെയ്യണം. അതേസമയത്ത് താഴെയുള്ള സമുദായങ്ങൾ ഞങ്ങളുടെ ഒപ്പം എത്താൻ പാടില്ല. ഈ നിർബന്ധം എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട്, ഈഴവർക്കും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെതിരെ സഹോദരൻ സംസാരിക്കുകയും എപ്പോഴാണോ താഴെയുള്ളതെന്ന് പറയുന്ന സമുദായങ്ങളോട് നമ്മൾ ഐക്യപ്പെടുകയും അവരെ ഒപ്പം ചേർത്ത് നിർത്തുകയും രണ്ട് തരത്തിലുള്ള മുകളിൽ നിന്നും താഴെ നിന്നും വിചാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കാണാൻ ശ്രമിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ഈ ജാതി വിരുദ്ധതയും തുല്യതയും പൂർണ്ണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് ഡോക്ടർ അജയ് ശേഖർ നൽകുന്ന വാക്ക് ദലിതീകരണം എന്നാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കോളേജിൽ പോകുന്നുണ്ട്. കോളേജിൽ മദ്രാസിൽ കുറച്ച് നാൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് മദ്രാസിൽ അദ്ദേഹം താമസിച്ചിരുന്ന ലോഡ്ജിൽ നാരായണഗുരു വരുന്നുണ്ട്. അപ്പോൾ നാരായണഗുരു അദ്ദേഹം അവിടെ ചെറിയൊരു പ്രസംഗം അവിടെ നടത്തി. ആ പ്രസംഗം തൻ്റെ ജീവിതത്തിൽ പിന്നീട് വളരെ സ്വാധീനിച്ചതായിട്ടും പിന്നീട് ഗുരുവിനെ ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഈ പ്രസംഗമാണ്. അപ്പോൾ ജാതി എന്ന് പറയുന്ന
ഈ ആശയം രാജ്യത്തെ എത്രമാത്രമാണ് നശിപ്പിച്ചത്, നാടിനെ എത്രമാത്രമാണ് നശിപ്പിച്ചത്, അത് നശിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് അദ്ദേഹം ഗുരു എന്നവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആശയം അന്ന് സഹോദരന് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷെ കോളേജിൽ പഠിക്കുന്ന കാലത്തോ കോഴിക്കോട് പഠിക്കുന്ന കാലത്തോ ഒന്നും സഹോദരൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമായിരുന്നില്ല, എഴുതുമായിരുന്നില്ല, പ്രസംഗിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് നാണമായിരുന്നു. അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് പക്ഷെ അദ്ദേഹം കോഴിക്കോടൊക്കെ ഉള്ള സമയത്ത് വാഗ്ഭടാനന്ദൻ്റെയും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആത്മീയതയിൽ ചെറിയൊരു മമത ഉണ്ടായിരുന്ന സഹോദരനെ സംബന്ധിച്ചിട്ട് വാഗ്ഭടാനന്ദൻ്റെയും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയൊക്കെ വാക്കുകൾ അവർ ആത്മീയതയെ ടൂളാക്കിക്കൊണ്ടാണ് വിഗ്രഹാരാധന എതിർക്കുന്നത്, ജാതി എതിർക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വഴിതിരിച്ചു വിടുന്നതിൽ ഇതിനൊക്കെ വലിയ പങ്കുണ്ട്. അപ്പം അങ്ങനെ ഒരു യാത്രയാണ് അയ്യപ്പൻ്റേത്. അങ്ങനെ അയ്യപ്പൻ പിന്നീട് ഡിഗ്രി കഴിയുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് നാട്ടിലെത്തുന്നു. അപ്പോൾ വൈപ്പിൻകരയിലെ ആദ്യത്തെ ബിരുദധാരിയാണ് അദ്ദേഹം. ചെറായി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചേരുന്നു. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അയ്യപ്പൻ മാസ്റ്റർ ആവുന്നത് അപ്പോഴാണ്. നാരായണഗുരു നാണു ആശാനാവുന്നത് പോലെ നാട്ടിൽ പഠിപ്പിക്കാൻ എത്തിയിട്ടാണ് അയ്യപ്പൻ മാസ്റ്റർ ആവുന്നത്. അങ്ങനെ മാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത്. തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് ആശാനുമായിട്ട് വലിയ ബന്ധം ആ സമയത്ത് ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയക്കുന്നത് നാരായണഗുരുവാണ്. അന്ന് കാശില്ലാത്തതുകൊണ്ട് നാരായണഗുരു 100 രൂപ സംഘടിപ്പിച്ചു കൊടുക്കും. ആ 100 രൂപ കൊണ്ടാണ് അയ്യപ്പൻ തിരുവനന്തപുരത്ത് പോയി കോളേജ് ചേരുന്നത്. അന്ന് കുമാരനാശാനാണ് സഹായിക്കുന്നത്. കുമാരനാശാൻ സഹായിക്കുക. അന്ന് തുടങ്ങി അവർ വലിയ സൗഹൃദമാവുന്നുണ്ട്. ആ സൗഹൃദം പിന്നീട് കുമാരനാശാൻ്റെ മരണം വരെ നീളുന്ന വലിയ സൗഹൃദമായിട്ട് അത് കേരളം കാണുന്നുണ്ട്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ കാലത്ത് ഇവർ തമ്മിൽ സാഹിത്യ ചർച്ച നടത്തും. അവർ തമ്മിൽ സംവാദങ്ങളുണ്ടാവും. പല അഭിപ്രായങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആശാൻ കവിത വായിച്ചു കേൾപ്പിക്കും. ചിന്താവിഷ്ടയായ സീത എഴുതുന്ന സമയത്ത് കുമാരനാശാൻ അയ്യപ്പനെയാണ് വിളിച്ചിരുത്തി വായിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ അന്ന് കവിത എഴുതുന്ന ഒരു അസുഖം അയ്യപ്പനുണ്ട്. അപ്പം അയ്യപ്പൻ്റെ കവിത നമുക്ക് കവിതയാണെന്നൊന്നും തോന്നില്ല, പ്രസംഗം പോലെയാണ്. അദ്ദേഹത്തിന് മറ്റേ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിലോ പ്രാസമോ അന്നത്തെ കവിതയുടെ ശൈലിയല്ല അത്. അന്നത്തെ കവിതയൊക്കെ പ്രാസവും അലങ്കാരവും ഇല്ലെങ്കിൽ കവിതയല്ല. സഹോദരൻ കവിതയെ പറ്റി പറയുന്നത് ആശയം പ്രകാശിപ്പിക്കാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം കവിതയിൽ പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ സംവാദം നടക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ 1-2 ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്ന ചരിത്രത്തിൽ സംഭവിക്കുന്നത്, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ പ്രജാസഭയിൽ ഒരു വലിയ മെമ്പർമാർ വലിയൊരു നിവേദനം പ്രക്ഷോഭമൊക്കെ നടത്തുന്നുണ്ട് പ്രജാസഭയ്ക്കകത്ത്. അപ്പം അന്ന് ക്ഷേത്രപ്രവേശനം തരുന്നതുവരെ പ്രജാസഭയിൽ വാക്കൗട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈഴവ മെമ്പർമാർ തീരുമാനിച്ചു. പക്ഷെ കുമാരനാശൻ അതിനെതിരെ നിന്നു. അന്ന് കുമാരനാശനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി പോയത് അയ്യപ്പനാണ്. അതുപോലെ തന്നെ കുമാരനാശൻ്റെ വളരെ ഒരു വിവാദമായിട്ടുള്ള ഒരു കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥയിൽ ഇസ്ലാം സമൂഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു ശ്ലോകമുണ്ടെന്ന്. അതിങ്ങനെയാണ്: ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നഴും ഏറനാട്ടിൽ എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. അതിൽ വലിയ സമുദായത്തിനകത്തും പുറത്തുമൊക്കെ. അങ്ങനെ അത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ്. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യപ്പനും CV കുഞ്ഞിരാമനും കൂടിയാണ് കുമാരനാശനെ കാണാൻ പോകുന്നത്. പക്ഷേ ആശാനെ തിരുത്താൻ തയ്യാറായില്ല. അത് മുസ്ലിങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചല്ല, അക്രമകാരികളെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് അദ്ദേഹം തടി തപ്പുകയാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടുപേരും തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിലും, അയ്യപ്പൻ പ്രത്യേകിച്ചും സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിലും അത് സ്ഥാപിച്ചെടുക്കുന്നതിലും വളരെ സമർത്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമർഥ്യം അതായിരുന്നു. അത് കേരളം കണ്ടത് അയ്യപ്പൻ കൊച്ചി നിയമസഭയിലെത്തിയതിന് ശേഷമാണ്. കൊച്ചി നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഒരു ശേഷി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അന്നത്തെ മുഴുവൻ സാമൂഹിക ആചാരങ്ങൾക്കും എതിരായിട്ടുള്ള നിയമങ്ങളും ബില്ലുകളും അവിടെ പാസ്സാക്കിയെടുക്കാൻ, അവിടെ സവർണർക്ക് ഭൂരിപക്ഷമുള്ള സമുദായം ഒരു സഭയിൽ നിന്നുകൊണ്ട് തൻ്റെ വാദം അവതരിപ്പിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് സിവിൽ മാരേജ് ബില്ല് പോലെയുള്ള വലിയ നിയമങ്ങളൊക്കെ അക്കാലത്ത് എടുക്കാൻ സാധിച്ചത് സഹോദരൻ്റെ ഈ ഒരു ശേഷിയാണ്. അങ്ങനെ സഹോദരൻ പിന്നീട് അങ്ങനെയാണ് മിശ്ര ഭോജനം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് സഹോദരൻ എത്തുന്നത്. അത് 1917 മെയ് 29 മിശ്ര ഭോജനം നടക്കുന്നത്. മിശ്ര ഭോജനം നടന്നും 5 മാസം കഴിഞ്ഞിട്ടാണ് റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ മിശ്ര ഭോജനം എന്ന് പറയുന്നത്, മിശ്ര ഭോജനം അതിനു മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷേ സഹോദരനയ്യപ്പൻ നടത്തിയ മിശ്ര ഭോജനത്തിൻ്റെ പ്രത്യേകത, അത് ഒരു സമരപ്രസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത് സഹോദരനിലൂടെയാണ്. സഹോദരനാണ് ആദ്യമായിട്ട് കേരളത്തിൽ മിശ്രഭോജനം നടത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. മറിച്ച് മിശ്രഭോജനം എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട്
ഒരു സമര പ്രസ്ഥാനമായിട്ട് അതൊരു ആശയത്തിന് ഒരു കൊടുങ്കാറ്റ് പോലെ വ്യാപിച്ചത് സഹോദരൻ അയ്യപ്പൻ ചെറായിൽ നടത്തിയ മിശ്രഭോജനത്തിലൂടെയാണ്. ആ മിശ്രഭോജനം നടക്കുന്നത് സമയത്ത് മിശ്രഭോജനത്തിൽ പങ്കുകൊള്ളാനായിട്ട് 2 പുലയ ബാലന്മാരെയാണ് വിളിച്ചു വരുത്തിയത്. അവരെ ക്ഷണിച്ചു. മറ്റു പലരെയും കിട്ടാതെയായി. ഈഴവരിന്നോ പുലയരിന്നോ മറ്റൊരു സമുദായത്തിൽ നിന്ന് ആളെ കിട്ടാതെ വളരെ കുറച്ചു പേര് മാത്രം വിളിച്ചു വരുത്തുകയും അവരെ അവിടെ കൂട്ടുകയും ഈ 2 പേര് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് ഇവർ തന്നെ വിളമ്പുന്നു. ഈ പുലയ ബാലന്മാർ തന്നെ മറ്റെല്ലാവർക്കും വിളമ്പുന്നു. അതിൽ നായർ സമുദായത്തിൽപ്പെട്ട 1-2 പേരുണ്ട്, ഈഴവരുണ്ട്. അപ്പം അങ്ങനെ അവിടെ വെച്ചൊരു സഹോദരനൊരു സത്യം ചൊല്ലിക്കുന്നുണ്ട് എല്ലാവരെ കൊണ്ടും. ഒരു പ്രസ്താവനയാണ്, എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു പ്രസ്താവനയാണ്. അതിതാണ്: ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ വാദം. 1917 അദ്ദേഹം ആദ്യം മുതലേ ശാസ്ത്രത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട്. 3 പോയിന്റാണ്, വളരെ കൃത്യമാണ്. ഒന്നാമത്തേത്, ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രവിരുദ്ധമാണെങ്കിലും ചിലത് നല്ലതാവാം. നമുക്ക് സങ്കല്പിക്കാം, ശാസ്ത്രവിരുദ്ധമാണെങ്കിലും വേണമെങ്കിൽ നല്ലതാവാമല്ലോ. ശാസ്ത്രവിരുദ്ധമാണ്, പക്ഷേ നല്ലതല്ല, ദോഷകരമാണ്. ഇനി രണ്ടുമല്ല, ചിലപ്പോൾ ദോഷകരമായിരിക്കാം, പക്ഷേ ചിലപ്പോൾ ആവശ്യമാണെങ്കിലോ എന്നൊരു വാദത്തിനും അടിസ്ഥാനമില്ലാതെയാണ് അദ്ദേഹം മൂന്നാമത്തെ പോയിന്റ് വെക്കുന്നത്. അനാവശ്യവുമാണ്. ആവശ്യമില്ല. ഇനി ദോഷകരമാണെങ്കിൽ കൂടി ആവശ്യമുള്ളതല്ല, മറിച്ച് അനാവശ്യമാണ്. ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യമായതുകൊണ്ട് അതില്ലാതെയാക്കുവാൻ നിയമവിരുദ്ധമല്ലാത്ത വിധം എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുമെന്ന് പൂർണ്ണ മനസാലെ സമ്മതിച്ച് ഞാനിതിനാൽ സത്യം ചെയ്തു കൊള്ളുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവിടെ പങ്കെടുക്കുന്നവരെല്ലാവരും. അങ്ങനെയാണ് അവിടെ ഇത് നടക്കുന്നത്. അതിനുശേഷം അവിടെയും നിന്നില്ല. അതിനുശേഷം അവിടെ നടന്ന ഒരു വിവാഹത്തിൽ, ഇത് നടന്നതൊരു മിശ്രഭോജനത്തിന് വേണ്ടി മാത്രം പ്രത്യേക ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായത്. പക്ഷെ അതിനുശേഷം ഒരു വിവാഹ സദ്യയിലേക്ക് കുറച്ച് ദളിത് സമുദായ അംഗങ്ങൾ ക്ഷണിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കോലാഹലം ഉണ്ടാക്കാൻ കാരണം അതൊരു സാമൂഹ്യ ആചാരമാണ്. അതൊരു സമൂഹത്തിലൊരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ആ വിവാഹ സദ്യ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി വലിയ പ്രശ്നമായി. വിജ്ഞാനവർദ്ധിനി സഭ എന്നാണ് അന്ന് ചെറായിലുള്ള സഭയുടെ പേര്. ഇന്നും ആ സഭ അവിടെ ഉണ്ട്. ആ സഭ സഹോദരൻ അയ്യപ്പനെ യോഗം ചേർന്ന് പുറത്താക്കി. സഹോദരൻ അയ്യപ്പനെ മാത്രമല്ല, അന്ന് മിശ്രഭോജനത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ സഭ ഭ്രഷ്ട് കൽപ്പിച്ചു. സമുദായ ഭ്രഷ്ടാണ്. നാട്ടിൽ ഒരാളും അവരോട് സഹകരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഒരു സഹായങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാൻ പാടില്ല. സഹോദരനെയും കൂട്ടാളികളെയും മാത്രമല്ല ഭ്രഷ്ട് കൽപ്പിച്ചത്, സഹോദരനോടൊപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ഭ്രഷ്ട് കൽപ്പിച്ചു. സഹോദരനോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുള്ളവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചു. സഹോദരനോട് സംസാരിക്കുന്നവരോടൊക്കെ ഭ്രഷ്ട്. ഇതാണ് അന്നത്തെ ഭ്രഷ്ടിൻ്റെ രീതി. വെറുതെ ഭ്രഷ്ടല്ല. ഡോക്ടർ പൽപ്പുവിന് വരെ ഭ്രഷ്ട് കൽപ്പിച്ചു. ഡോക്ടർ പൽപ്പ് സഹോദരനായിട്ട് ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ അന്നത്തെ ഏറ്റവും വലിയ ഈഴവ നേതാവായ ഡോക്ടർ പൽപ്പ് വരെയും പഴിക്ക് പുറത്താണെന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രഷ്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് പിന്നീട് വിജ്ഞാനവർദ്ധിനി സഭയ്ക്ക് തിരുത്തേണ്ടി വന്നു. സഹോദരനെ അധ്യക്ഷനാക്കി വിളിച്ചിരുത്തിയിട്ട് തിരിച്ചെടുത്തുകൊണ്ട് ക്ഷമാപണം നടത്തിയിട്ടാണ് വിജ്ഞാനവർദ്ധിനി സഭ പിന്നീട് അത് തിരുത്തുന്നത്. അപ്പം അങ്ങനെ, കാരണം അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ കയറേണ്ട എന്ന് ഒരു വിഭാഗം വാദിക്കുന്നത് അവരത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടാണ്. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം സ്ത്രീകൾ കയറുന്നത് എന്തോ ജൈവികമായി തന്നെ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും അതുകൊണ്ട് അവർ കയറിയാൽ എന്തോ പ്രശ്നമുണ്ടാകുമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിൽ കുറേ പേരെങ്കിലും. അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ ജാതിയും. അവരത് ജൈവികമായിട്ടാണ് കരുതുന്നത്. ജൈവികമായി പുലയർക്കും ഈഴവർക്കും പലർക്കും എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്കെന്തോ ശുദ്ധിയോ അശുദ്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ടെന്ന്, അത് വളരെ ജൈവികമാണെന്നും സ്വാഭാവികമാണെന്നും ഇതുപോലെ അന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വലിയ കോലാഹലമാണ്. പിന്നീട് മിശ്ര ഭോജനത്തോടു കൂടിയാണ് സഹോദര സംഘം തുടങ്ങുന്നത്. സഹോദര സംഘം 1917 കാലഘട്ടത്തിൽ തന്നെ സഹോദര സംഘം തുടങ്ങുന്നുണ്ട്. സഹോദര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹോദര സംഘം പിന്നീട് കേരളത്തിലെമ്പാടും വ്യാപിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ. എന്നോട് ഒരു ദിവസം ബാൻസർ ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം പുസ്തകം നോക്കുന്ന സമയത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്തെ ചില നേതാക്കന്മാർ പലരുടെയും സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്ന സഹോദര സംഘത്തിലൂടെയാണ്. സഹോദരൻ സ്ഥാപിച്ച ഈഴവ സംഘമല്ല, സഹോദരൻ സ്ഥാപിച്ചത് സഹോദര സംഘമാണ്. സഹോദരൻ സ്ഥാപിച്ചത് സഹോദരൻ എന്ന് പറയുന്ന പത്രമാണ്, ഈഴവോദയമല്ല. അപ്പോൾ അങ്ങനെ സഹോദരൻ സംഘം സ്ഥാപിതമാകുന്നു. സഹോദര സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് സഹോദരൻ നാട് നീളം നടക്കുമ്പോൾ സഹോദരൻ നിരന്തരം ആക്രമണങ്ങളാണ്. മൂത്ത കുന്നത്ത് വെച്ചിട്ട് കശുവണ്ടി ജ്യൂസാക്കിയിട്ട് തലയിൽ ഒഴിച്ചിട്ടാണ് സഹോദരനെ നേരിടുന്നത്. വളരെ ശരീരത്തിന് വളരെ പൊള്ളലേൽക്കുന്നൊരു സംഗതിയാണ് കശുവണ്ടി ജ്യൂസ് അടിച്ചിട്ട്
ചതച്ച് പിഴിഞ്ഞിട്ടാണ് തലയിൽ ഒഴിച്ചിട്ടാണ്. കല്ലേറുണ്ടാവുന്നു, കത്തിക്കുത്തിനുള്ള ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെ തെറി അഭിഷേകം, വഴിയിൽ നിന്നിട്ട് ചീത്ത പറയൽ, തല്ലൽ, അടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ പറവൂർ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമാണത്. അണ്ടിപ്പള്ളിക്കാവിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മൂത്തകുന്നത്ത്, പല്ലന്തുരുത്തിൽ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേ അനുഭവം സഹോദരൻ പല ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ സഹോദരൻ ഇറങ്ങി. സഹോദര സംഘവും കൊടുങ്ങല്ലൂർ ഭരണി തടയണം, അവസാനിപ്പിക്കണം, തെറിപ്പാട്ടൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഭരണി തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അതിന് സമരം കൊടുങ്ങല്ലൂർ പോയി സമരം ചെയ്തു. ഇവിടെ നിന്ന് നടന്ന് കാൽനടയായിട്ട് പ്രചരണ ജാഥയായി നടന്ന് കൊടുങ്ങല്ലൂർ പോയി, കൊടുങ്ങല്ലൂർ അമ്പലത്തിന് മുമ്പിൽ പോയിരുന്നിട്ടാണ് പ്രചരണം. അവിടെ നിന്നിട്ട് സഹോദരനെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് മർദ്ദിക്കുകയാണ്. അവസാനം ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പോലീസ് വന്നിട്ടാണ് സഹോദരനെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അപ്പം അത്രയും ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടാണ് സഹോദരൻ ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന കാലത്ത്. നമ്മൾക്കിന്ന് ചിലപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ എല്ലാത്തിലും ശാസ്ത്രത്തിലുമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അതൊരു തുടർച്ചയാണ്. ഇപ്പം യുക്തിവാദി മാസികയുടെ ആമുഖ പ്രസ്താവന എഴുതുന്ന സഹോദരനാണ്, ഒന്നാമത്തെ സഹോദരൻ. അതിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അറിവ് ഒരു പ്രവാഹമാണ്. യുക്തിയധിഷ്ഠിതമായ നിരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന യുക്തിയധിഷ്ഠിതമായ വിവരങ്ങളാണ് അറിവ്. ഈ അറിവ്, ഈ പ്രവാഹത്തെ ത്വരിതപ്പെടുത്തുന്നത് ഈ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യുക്തിയധിഷ്ഠിതമായ അറിവാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു പ്രവാഹമാണ് സത്യത്തിൽ. ഇപ്പം ശാസ്ത്രവും അങ്ങനെ തന്നെയാണ്. ഗലീലിയോയുടെ തുടർച്ചയാണ് ന്യൂട്ടൻ്റെ തുടർച്ചയാണ് ഐൻസ്റ്റൈൻ. ഇനിയിപ്പോൾ സ്ട്രിങ് തിയറി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ്റെ തുടർച്ചയാണത്. അപ്പോൾ ഐൻസ്റ്റൈൻ ശരിയാകുമ്പോൾ ഗലീലിയോ തെറ്റാവുമോ അല്ലെങ്കിൽ ന്യൂട്ടൻ തെറ്റാവുകയോ ചെയ്യുന്നില്ല. ഇനി ഐൻസ്റ്റൈൻ പറഞ്ഞൊന്നും ന്യൂട്ടന് പറയാൻ പറ്റിയില്ലല്ലോ, അപ്പം ന്യൂട്ടൻ ശരിയല്ല എന്നുള്ള അത്തരം വാദങ്ങളൊക്കെയാണ് ഇന്നത്തെ ശാസ്ത്രവാദികളൊക്കെ ഉയർത്തുന്നത്. അപ്പോൾ സഹോദരൻ്റെ വാദങ്ങളിൽ തെറ്റുണ്ടാവാം, ഗുരുവിൻ്റെ വാദങ്ങളിൽ തെറ്റുണ്ടാവാം, അയ്യങ്കാരുടെ വാദങ്ങളിൽ തെറ്റുണ്ടാവാം. മറിച്ച് അവരെല്ലാവരും കേരള ചരിത്രത്തിൽ നിഷ്കാസനം ചെയ്യപ്പെടേണ്ട, ഭ്രഷ്ട് കൽപ്പിക്കപ്പെടേണ്ട, ജാതി പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പോയ ഭ്രഷ്ടന്മാരായ ആളുകളാണെന്ന് പറയുന്ന വാദങ്ങൾ വളരെ ഇറാഷണൽ ആയിട്ടുള്ള വാദമാണ്. ഇതൊരു തുടർച്ചയാണ്. സഹോദരനും ഗുരുവും അയ്യങ്കാളിയും പൊയ്കയപ്പച്ചനും വന്നു ചെയ്തതിൻ്റെ തുടർച്ചയാണ് പിന്നീട് വന്ന കേരള ചരിത്രവും അത്തരത്തിലൊരു പ്രവാഹമാണ്. ആ പ്രവാഹത്തെ മനസ്സിലാക്കാതെ, തുടർച്ചയെ മനസ്സിലാക്കാതെ നമുക്കിന്ന് ചിലപ്പോൾ യുക്തിവാദി സംഘടനയ്ക്ക് 30 ലക്ഷം രൂപ ബാങ്ക് ബാലൻസുമായിട്ട് ചിലപ്പോൾ പ്രഭാഷണം നടത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ അന്ന് യുക്തിവാദി മാസിക തുടങ്ങുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യസ്തത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് ഈ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഒപ്പം മിശ്രഭോജനത്തിനൊപ്പം നടക്കുന്നൊരു കാര്യം, അന്ന് ഈഴവരെ സംബന്ധിച്ച് നാരായണ ഗുരുവിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈഴവർക്ക് ആകെ അന്നുള്ളൊരു ഗുണം അവർ ഗുരുവിൻ്റെ വാക്കുകൾ അംഗീകരിക്കുന്നുള്ളതാണ്. അതിന് ഒരു എക്സെപ്ഷനുകളുണ്ട്, ഒരുപാട് എക്സെപ്ഷനുകളുണ്ട്. ഗുരുവിനെതിരെ കേസ് കൊടുത്ത സംഭവമൊക്കെ നമുക്കറിയാം. കാളികുളങ്ങര ക്ഷേത്രം ഗുരുവിനെ ഏൽപ്പിച്ചപ്പോൾ ഗുരു എല്ലാ ജാതി സമുദായങ്ങളിലും പെട്ട ആളുകളെയും അവിടെ ക്ഷേത്ര ദർശനത്തിന് ക്ഷണിക്കുകയും SNDPയും ഈഴവരും ഒക്കെ കൂടി ചേർന്ന് ഈഴവർ എല്ലാവരും കൂടി ചേർന്നിട്ട് പറവൂർ മുനിസിപ്പൽ കോടതിയിൽ ഗുരുവിനെ പ്രതിയാക്കിയിട്ട് കേസ് കൊടുക്കുകയും ചെയ്തു. ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഗുരു പറയുന്ന വാക്കുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഈഴവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഭ മിശ്രഭോജനത്തിനെതിരെ നടത്തിയൊരു ഒളിയമ്പെന്ന് പറയുന്നത് ഗുരു ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചൊരു സഭ ഒപ്പിട്ടിട്ടൊരു നോട്ടീസ് പുറത്തിറക്കി. ഗുരു ഇത് കേട്ട് ഗുരു ഞെട്ടിപ്പോയി, ഗുരുവിന് സങ്കടം വന്നു. നമ്മുടെ ആശയങ്ങൾക്ക് യോജിക്കുന്നല്ല ഈ മിശ്രഭോജനം, അത് തെറ്റാണ്, അത് തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു പറഞ്ഞിട്ട് ഒരു നോട്ടീസ് പുറത്തിറക്കി. അങ്ങനെയാണ് നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ സഹോദരൻ ഇതിന് പകരമായിട്ട് ഗുരുവിനെ ചെന്ന് കാണുന്നുണ്ട്. ഗുരുവിനെ ചെന്ന് കാണുകയും സഹോദരന് മറ്റുള്ളവർക്ക് സഹോദരൻ ഗുരുവിനെ സ്വാധീനിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി കാര്യം മാത്രം പറഞ്ഞിട്ട് സഹോദരൻ പുറത്തിറങ്ങി നിൽക്കും. സ്വന്തം കൈപ്പടയിൽ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കും. അത്രമാത്രം നിർബന്ധം പിടിക്കുന്നുള്ളൂ. അങ്ങനെയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഗുരുവിൻ്റെ മനുഷ്യരുടെ വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അവർ തമ്മിൽ അന്യോന്യം വിവാഹമോ പന്തിഭോജനമോ ചെയ്യുന്നത് കൊണ്ട് തടസ്സമില്ല, ദോഷമില്ല എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് അന്നാണ്. ഗുരുവിൻ്റെ കൈപ്പടയിൽ കിട്ടുന്ന വളരെ കുറച്ച് സന്ദേശങ്ങളിലൊന്നാണത്. അത് പുറത്തു വരുന്നത് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തീരുന്നത്. അങ്ങനെ പിന്നീട് മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ട് സഹോദരൻ ആ സമയത്ത് പ്രവർത്തനം തുടങ്ങുന്നു. മിശ്രവിവാഹത്തെ സംഘത്തെ തുടങ്ങിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നൊരു പ്രസംഗമുണ്ട്. അപ്പം ആ പ്രസംഗം അദ്ദേഹം പല പത്രങ്ങൾക്കും അയച്ചു കൊടുത്തു. ഈഴവരുടെ പത്രങ്ങൾ പോലും അത് പ്രസിദ്ധീകരിച്ചില്ല. അവസാനം മിതവാദി എന്ന് പറയുന്നൊരു പത്രമുണ്ട്, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ മിതവാദി കേരളത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളൊരു പത്രമാണ്. പക്ഷെ മിതവാദി തിരിച്ചയച്ചു, അത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന്. ആ ഘട്ടത്തിലാണ് സഹോദരൻ സ്വന്തമായിട്ട് പത്രം തുടങ്ങണം എന്നൊരാശയം സഹോദരൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പിന്നീട് വലിയൊരു ചരിത്രമായ സഹോദരൻ പത്രം ഉണ്ടാകുന്നത്.
സഹോദരൻ പത്രം പിന്നീട് സഹോദരൻ 2 പത്രങ്ങൾ നടത്തിയിരുന്നു. സഹോദരൻ പത്രമായിട്ടും വാരികയായിട്ടും മാസികയായിട്ടും ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു 39 കൊല്ലക്കാലം സഹോദരൻ നടത്തി. അതിനിടയിൽ ഇതിനൊരു കുറച്ച് ഡയറക്ടർമാർ കൂടി ഉണ്ടായിരുന്നു. സഹോദരനാണ് പത്രാധിപർ, കുറച്ച് ഡയറക്ടർമാരുണ്ട്. അതിനകത്ത് സഹോദരന് ഇടത് ആശയങ്ങളോട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ഒരു കാലത്ത് വലിയ മമത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയങ്ങൾ എഴുതാനായിട്ട് ഡയറക്ടർമാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സഹോദരൻ സ്വന്തമായിട്ട് മറ്റൊരു പത്രം കൂടി തുടങ്ങി. അതിൻ്റെ പേര് വേലക്കാരൻ എന്നായിരുന്നു. അത് ഇംഗ്ലണ്ടിൽ ആ സമയത്ത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഒരു പത്രകാലത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഡെയിലി വർക്കർ എന്നാണ്. ഇതിൻ്റെ മലയാള പരിഭാഷയായിട്ട് വേലക്കാരൻ എന്നാക്കിയിട്ട് അതിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്യുന്നത്. അതിനകത്താണ് വേലക്കാരൻ്റെ വിശേഷാൽ പ്രതിയിലാണ് കേരളം ആദ്യമായിട്ട് ലെനിനെ കാണുന്നത്. ലെനിൻ വിശേഷാൽ പ്രതി, ലെനിനെ പറ്റി വിശേഷാൽ പ്രതി ഇറക്കുന്നു, കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പറ്റി വിശേഷാൽ പ്രതി ഇറക്കുന്നു. അങ്ങനെയുള്ള ചില സാധനങ്ങൾ വേലക്കാരനിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം സഹോദരൻ്റെ ആശയങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളത് സഹോദരനിലൂടെയാണ്. സഹോദരൻ്റെ ആശയങ്ങളെ നമുക്ക് കാണാൻ കഴിയുക, സഹോദരൻ്റെ സാമൂഹ്യ പ്രവർത്തനം ഒരു മാനദണ്ഡമാണ്, സഹോദരൻ്റെ പദ്യകൃതികൾ ഒരു മാനദണ്ഡമാണ്, സഹോദരൻ എഴുതിയ ലേഖനങ്ങളും കുറിപ്പുകളും മുഖപ്രസംഗങ്ങളും ഒരു മാനദണ്ഡമാണ്, സഹോദരൻ്റെ രാഷ്ട്രീയ ജീവിതവും സഹോദരൻ രാഷ്ട്രീയമായി സഭയിൽ നടത്തിയ ഇടപെടലുകളും ഇത് സഹോദരൻ്റെ ജീവിതത്തെ കാണുന്ന ഒരു മാനദണ്ഡമാണ്. ഈ മാനദണ്ഡങ്ങളിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇത്രയും രംഗങ്ങളിലൂടെയെങ്കിലും കടന്നുപോയെങ്കിലേ ആരാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജാതി എന്താണ് എന്ന് പറയുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് സഹോദരന് ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ജാതിക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ ജാതി സംഘടനയിൽ ചേരണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ സഹോദരൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ അംബേദ്കറേറ്റ് ആണെന്നാണ്. സഹോദരൻ കേരളത്തിലെ ആദ്യത്തെ അംബേദ്കറേറ്റ് ആണ്. അംബേദ്കറെ മലയാള ഭാഷയ്ക്ക് പരിചയപ്പെടുത്തുന്നത് സഹോദരനാണ്. കേരളത്തിൽ അന്ന് ദലിത് പിന്നാക്ക സമുദായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അത് അംബേദ്കറുടെ പ്രചോദനത്താലല്ല, ഞാനത് കുറ്റമായിട്ടോ മേന്മയായിട്ടോ അല്ല പറയുന്നത്, മറിച്ച് അത് സ്വാഭാവികമായും കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നതാണ്. സണ്ണിച്ചേട്ടൻ പറയുന്ന പോലെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത, അത് കീഴാള നവോത്ഥാനമായിട്ടാണ് കേരളത്തിൽ തുടങ്ങിയതെന്നുള്ളതാണ്. ഏറ്റവും അവസാനമാണ് സവർണ സമുദായങ്ങളിലേക്ക് അത് എത്തുന്നത്. ആദ്യം SNDPയും പിന്നീട് KPMSഉം പിന്നെ ധീവര സമുദായവും ഒക്കെ അടങ്ങുന്ന പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു നവോത്ഥാനമാണ് കേരളത്തിൻ്റേത്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന പ്രത്യേകം തുടങ്ങിയെങ്കിലും കേരളത്തിലേക്ക് അംബേദ്കറെ പരിചയപ്പെടുത്തുന്നത് സഹോദരനാണ്. അംബേദ്കർ മാത്രമല്ല, സഹോദരൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ഈ സഹോദരൻ പ്രസൻറ്റ് ചെയ്തിരുന്ന 2 ആൾക്കാരാണ്. അതിലൊന്ന് അംബേദ്കർ ആണെങ്കിൽ 2 പെരിയാറാണ്. പെരിയാറും അംബേദ്കറുമായി നടക്കുന്ന, ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഏത് വാർത്തയും റിപ്പോർട്ടും സഹോദരൻ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ വളരെ പ്രധാനത്തോടെ സ്പെഷ്യൽ റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കുമായിരുന്നു. പെരിയാർക്ക് മദ്രാസിൽ നൽകിയ ഒരു സ്വീകരണത്തിൻ്റെ തലക്കെട്ട് മഹാത്മാഗാന്ധിയേക്കാൾ മഹാനായ ആൾ എന്ന് പറഞ്ഞിട്ട് തലക്കെട്ടിട്ടാണ് പെരിയാറെ സഹോദരൻ പരിചയപ്പെടുത്തുന്നത്. അംബേദ്കറുടെ നിരവധി പ്രസംഗങ്ങൾ, എഴുത്തുകൾ ഒക്കെ നിരന്തരമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കാനും സഹോദരൻ. ഇതിനൊപ്പം തന്നെ സയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അദ്ദേഹം ചെറിയ കുട്ടികളോട് നേരിട്ട് പൊളിറ്റിക്സ് പറയുമായിരുന്നില്ല, മറിച്ച് സയൻസ് പഠിക്കേണ്ടതിൻ്റെയും അതിൻ്റെ രീതി പിന്തുടരേണ്ട ആവശ്യകത അദ്ദേഹം കുട്ടികളോട് നിരന്തരം പറയുമായിരുന്നു എന്ന് സുഹൃത്തുക്കൾ എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് സഹോദരനിൽ M. ഗോവിന്ദൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് സഹോദരൻ എത്ര മുൻകൂട്ടിയാണത് കണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ തലക്കെട്ട് ഫാസിസം നശിക്കണമെങ്കിൽ എന്നാണ്. സഹോദരൻ ഗോവധ നിരോധനത്തെ പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രശസ്തമായിട്ടുള്ള അത്തരം ചില ഇൻസൈറ്റുകളാണ് സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ചിട്ട്. ഞാനതൊരു ദിവ്യത്വമായിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് സാമൂഹ്യമായ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇത്തരം നേരത്തെ അപ്പുൽ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടൂളിലുള്ള പ്രഡിക്ഷൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രഡിക്ഷൻസിനെ, മുൻകൂട്ടി കാണലുകളെ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ചില മുൻകൂട്ടി കാണലുകൾ നടക്കുന്നവരാണ് അന്ന് ഭൂരിപക്ഷം പേരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ, മോഹൻലാൽ പറയുന്ന പോലെ ഭ്രാന്തനെ പോലെ വഴികളിലൂടെ അലയുമെന്ന് പറയുന്നത് പോലെ, അവർ മറ്റുള്ളവർക്ക് ഭ്രാന്തനാണെന്ന് തോന്നുന്ന തരത്തിൽ നേരത്തെ ഈ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് അവർക്ക് ഈ പ്രഡിക്ഷൻ ഈ വിശകലനം സാധിക്കുന്നതുകൊണ്ടാണ്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെ സഹോദരൻ പത്രം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പത്രപ്രവർത്തന ജീവിതത്തിൽ സഹോദരൻ്റെ പ്രധാനപ്പെട്ട ഒരു കാൽവയ്പ് എന്ന് പറയുന്നതാണ് യുക്തിവാദി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. യുക്തിവാദിയാണ് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര യുക്തിവാദ പ്രസിദ്ധീകരണം. 1927 സ്ഥാപിതമാകുന്നത്. അപ്പോൾ അന്ന്
MC ജോസഫിനെ പോലെയുള്ള രാമോർമ്മ തമ്പാനെ പോലെയുള്ള അന്നത്തെ യുക്തിവാദികൾക്ക് സഹോദരനായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ മാഗസിൻ വേണമെന്നുള്ളൊരു ആവശ്യം ഇവർക്കിടയിൽ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ പത്രാധിപരായിട്ട് 5 പേരുടെ സംയുക്ത പത്രാധിപത്യത്തിലാണ് ആദ്യമായിട്ട് യുക്തിവാദി ആരംഭിക്കുന്നത്. യുക്തിവാദിക്ക് വേണ്ടിയിട്ട് സഹോദരൻ എഴുതിയ യുക്തിവാദിയുടെ ഒരുപാട് ലക്കങ്ങളിൽ തുടക്കത്തിൽ എഴുതുന്ന ഒരു മംഗളവാചക സ്ലോഗൻ ഉണ്ടാവുമല്ലോ, അത് സഹോദരൻ എഴുതിയൊരു ശ്ലോകമാണ്. ആ ശ്ലോകം ഇതാണ്. സഹോദരനെ യുക്തിയെ പറ്റിയുള്ളൊരു ചെറിയൊരു വിശദീകരണമാണത്. യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന ശാഖിയിൽ എന്നാണ്. യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതെ ഒന്നുമില്ല ലോകത്തിന്റെ വിജ്ഞാനത്തിൽ എന്നാണ്. യുക്തി എന്തിയിട്ട് മനുഷ്യർ നേടിയെടുത്ത അറിവ് മാത്രമാണ്, ബുദ്ധിശക്തി നേടിയെടുത്ത അറിവ് മാത്രമാണ് ലോകത്തിന്റെ വിജ്ഞാനത്തിലുള്ളത്, മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ശ്ലോകനാണ് പിന്നീട് യുക്തിവാദി മാസിക തുടർന്നും പിന്തുടരുന്നത്. അപ്പം അങ്ങനെ സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പല പ്രസ്സുകാരെയും സമീപിച്ചു. അവരാരും സമ്മതിച്ചില്ല. മിതവാദി ശ്രീകൃഷ്ണന്റെ മിതവാദി പ്രസ്സിന് പോലും അതിന് സാധിച്ചില്ല. അങ്ങനെയാണ് സഹോദരൻ പ്രസ്സിൽ നിന്നും ആദ്യമായിട്ട് അച്ചടിക്കുന്നത് സഹോദരനാണ് യുക്തിവാദി. അങ്ങനെ അച്ചടിക്കുക മാത്രമല്ല, അതിൻ്റെ ആദ്യത്തെ ആമുഖ പ്രസ്താവന എഴുതുന്നതും സഹോദരനാണ്. ആമുഖ പ്രസ്താവന ആരംഭിക്കുന്നത് തന്നെ മനുഷ്യർ ജന്മനാ സമന്മാരാണെന്ന് പറയുന്ന ഈ ആശയം തുടങ്ങിക്കൊണ്ടാണ്. ക്ഷമിക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിവും യുക്തിയും എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതിനൊന്ന് ഞാൻ ജസ്റ്റ് പിന്നീട് സൂചിപ്പിക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമെങ്കിലും പ്രധാനപ്പെട്ട കുടുംബജീവിതം ഒന്ന് സ്പർശിച്ചിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കാം. അദ്ദേഹം വിവാഹം കഴിച്ചതൊരു ജഡ്ജിയുടെ മകളെയാണ്. പ്രണയ വിവാഹമായിരുന്നു. പാർവതി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവർ ശ്രീലങ്കയിലൊക്കെ പോയിട്ട് ഇവരുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ശ്രീലങ്കയിലൊക്കെ പോയി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. സഹോദരൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹ ജീവിതത്തെ പറ്റി സഹോദരൻ ഒരു കൃതിയുണ്ട്. 2-3 കൃതികളുണ്ട്. അതിലൊരു കൃതിയിൽ സഹോദരൻ പറയുന്നത്, അദ്ദേഹം ഫെമിനിസത്തിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ പീക്കോക്ക് എന്നൊക്കെ വിളിക്കുമായിരിക്കും, എന്നാൽ പോലും ഫെമിനിസത്തിൻ്റെ ഒരു ആദ്യകാല ആശയങ്ങൾ അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദം ഉടമസ്ഥത്വബോധങ്ങൾ അന്യോന്യമിയലാതെ എന്നാണ്. അതായത് പരസ്പരം ഉടമസ്ഥരാണ് ആണും പെണ്ണും എന്നുള്ള ബോധമില്ലാതെ വേണം വിവാഹ ജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഉടമസ്ഥ ബോധം എന്ന് പറയുന്നത് ഫെമിനിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സ്വതന്ത്രതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ്. ഇന്നും നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്വപ്നം മാത്രമായി നിൽക്കുന്ന കാര്യമാണ് ഉടമസ്ഥത്വ ബോധം. രണ്ടാമത്തെ സഹോദരൻ്റെ വാദം വ്യക്തിത്വം രണ്ടുപേരും ഉപേക്ഷിക്കാതെ എന്നുള്ളതാണ്. രണ്ടുപേരും സ്വയം സ്വതന്ത്രരായും എന്നാൽ ബാധ്യതയോടെ, പരസ്പര ബാധ്യതയോടെയും, ഈ 3 ഗുണങ്ങളോടെ വേണം ജീവിക്കാൻ എന്ന് പറയുന്ന സഹോദരൻ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിരുന്നു എന്നാണ് സഹോദരൻ്റെ ജീവിതവുമായി അടുത്തറിയുന്ന ആളുകളുടെ രേഖപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. മക്കളോടും സഹോദരൻ ഇതേ ശൈലി തന്നെയാണ് പിന്തുടരുന്നത്. മക്കളെ ഒന്നിനും നിർബന്ധിക്കുകയോ അവരുടെ നിലപാടുകളിൽ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. സഹോദരനും പാർവതിയും മക്കളും 2 മക്കളാണ്, സുഗതനും അതുപോലെ ഐഷയും. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുമായിരുന്നു. കുട്ടികൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പാർവതിയും അയ്യപ്പനും തമ്മിൽ വീട്ടിൽ സ്ഥിരം വാദപ്രതിവാദമാണ്. ഇവർ തമ്മിൽ തർക്കങ്ങളാണ്. ഒടുവിൽ 2 പേരും അംഗീകരിക്കുന്ന ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ വീട്ടിലും ഇത്തരത്തിലുള്ളൊരു രീതി തന്നെയാണ് സഹോദരൻ അക്കാലത്തും 20കളിലും 30കളിലും ഒക്കെ പിന്തുടരുന്നത്. അങ്ങനെ പിന്നീട് സഹോദരൻ്റെ പാർട്ട്ണറായിരുന്ന പാർവതി സഹോദരനെ പോലെ ഒരു മാസിക നടത്തിയിരുന്നു. എൻ്റെ പേര് സ്ത്രീ എന്നായിരുന്നു. അവർ സ്ത്രീ സമത്വവാദിയായിട്ടുള്ളൊരു പ്രവർത്തകയായിരുന്നു പാർവതിയുടെ മാസികയുടെ പേര് സ്ത്രീ എന്നായിരുന്നു. സഹോദരൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു മാധ്യമം എന്ന് പറയുന്ന പദ്യകൃതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരിട്ട് പദ്യത്തിലൂടെ സംവദിക്കുന്ന ഒരു ശൈലിയാണ് സഹോദരനുള്ളത്. നിരവധി കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. സാധാരണ കൃതികളൊക്കെ അങ്ങനെ തിരിക്കാറുണ്ട്. അതിൽ വേണമെങ്കിൽ നോർമലായിട്ടുള്ള കഥകളെ പരാമർശിക്കുന്ന കഥാകാണ്ഡമെന്ന്, ഇപ്പോൾ പൂയപ്പള്ളി തങ്കപ്പൻ എഡിറ്റ് ചെയ്ത സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സഹോദരൻ്റെ പദ്യകൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു കൃതി ഒഴികെ മറ്റെല്ലാ കൃതികളും ചേർത്തിട്ടുണ്ട്. ആ കൃതി സഹോദരൻ്റെ ആദ്യത്തെ ആധികാരിക ജീവചരിത്രം പുറത്തിറക്കുന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് ഇതിൽ കേരളം ചെയ്യുന്ന നന്ദികേടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് KA സുബ്രഹ്മണ്യൻ എന്നാണ്. ആ പുസ്തകം പുറത്തിറക്കാൻ സുബ്രഹ്മണ്യന് സാധിച്ചില്ല. അന്ന് ഈഴവ നേതാക്കൾ അടക്കമുള്ള ആളുകൾ അതിന് പാര വെച്ചു എന്നുള്ളതാണ് നമുക്ക് എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാൻസരിക്കറിയാം, CICCയുടെ പ്രസ്സിലാണത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി KA സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അന്ന് സഹോദരൻ ജീവചരിത്രം പുറത്തിറക്കുക എന്നുള്ളത് പലരെ സംബന്ധിച്ചും ഭീഷണിയായിരുന്നു.
അവർക്ക് സഹോദരൻ്റെ പടം ഇന്നും SNDP ഓഫീസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സഹോദരൻ്റെ അയ്യപ്പൻ എന്നുള്ള വാക്ക് SNDP ഒരു പ്രവർത്തനത്തിൽ പോലും ഒരക്ഷരം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ ആശയം പറയേണ്ടി വരും. സഹോദരൻ്റെ ആശയം പറഞ്ഞാൽ SNDP ഇന്ന് നിൽക്കുന്ന ഒരക്ഷരം കൊണ്ട് പോലും സഹോദരനോട് യോജിക്കാൻ കഴിയില്ല, ഒരക്ഷരം കൊണ്ട് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സഹോദരൻ വളരെ റാഡിക്കലായിട്ടുള്ള ഒരാളാണ്. ഗുരുവിന് ഒരു സമന്വയത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, സഹോദരൻ അതുപോലുമില്ല. അപ്പം അങ്ങനെ KS സുബ്രഹ്മണ്യനാണ് ആദ്യമായിട്ട് കൃതികളും ജീവചരിത്രവും സമാഹരിക്കുന്നത്, ആധികാരികമായി സമാഹരിക്കുന്ന പുസ്തകം. അത് അദ്ദേഹം പ്രസ്സിൽ കൊടുത്തു, പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ബാധ്യതയായിട്ട് അവിടെ കിടന്നു. കുറച്ച് കോപ്പികളൊക്കെ കേരളത്തിൽ പ്രചരിച്ചു. ആ കുറച്ച് കോപ്പികൾ കേരളത്തിൽ ഇന്ന് വളരെ ചുരുക്കം പേരുടെ കയ്യിൽ മാത്രമേ ആ പുസ്തകമുള്ളൂ. അപ്പോൾ ആ പുസ്തകത്തിൽ ജാതി ഭാരതം എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു കൃതിയുണ്ട്. ആ സഹോദരൻ്റെ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം പിന്നീട് വന്ന പുസ്തകങ്ങളിലൊന്നും ആ കൃതിയില്ല. അപ്പോൾ കൃതിയിൽ ഒരു കൃതി, പിന്നെ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം കൃതികളുണ്ട്. മറ്റൊന്ന് സ്വാതന്ത്ര്യവും സമഭാവനയുമായി ബന്ധപ്പെട്ട കൃതികളുണ്ട്. മറ്റൊന്ന് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കൃതികളുണ്ട്. മറ്റൊന്ന് രാജാക്കന്മാർക്കും റാണിമാർക്കും ഒക്കെ അപേക്ഷകളായിട്ടൊക്കെ നിവേദനങ്ങളായിട്ടൊക്കെ സമർപ്പിച്ച പദ്യരൂപത്തിൽ ചെയ്തിരുന്ന കൃതികളുണ്ട്. അങ്ങനത്തെ കുറച്ച് വിഭാഗം കൃതികളുണ്ട്. ഒന്നാമത്തേത് പരിവർത്തനം എന്ന് പറയുന്ന ചില കൃതികൾ മാത്രം ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചു പോവുകയാണ്. സഹോദരൻ്റെ ആശയം എന്തായാലും നമുക്കറിയണമല്ലോ. ജാതിവാദിയായിരുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിച്ചല്ലേ അറിയുള്ളൂ. ശാസ്ത്രീയമായ അറിവുകൾ അങ്ങനെയാണല്ലോ. പരിവർത്തനത്തിൽ അദ്ദേഹം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഹിന്ദുമതത്തിന് തീർച്ചയായും എതിരായിരുന്നു. ഹിന്ദുമതം എന്ന് പറയുന്ന അഴുക്കുചാൽ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഹിന്ദുമതം എന്ന് പറയുന്ന ദുഷിച്ച മതം, ആ മതം ലോകത്തിൽ സഹോദരൻ ഒരു ലേഖനത്തിൽ എഴുതുന്നുണ്ട്, ലോകത്തിൽ ഇന്ന് നിലവിലിരിക്കുന്നതോ മുമ്പ് ഇരുന്നിട്ടുള്ളതോ ആയ ഏത് മതത്തിലും വെച്ച് ദുഷിച്ച മതമാണ് ഞങ്ങളുടെ ഹിന്ദു മതം എന്ന് സമ്മതിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ലോകത്തിൽ നിലവിലിരിക്കുന്ന ഒരു മതത്തിനും മോശം അവസ്ഥയുടെ കാര്യത്തിൽ, ദുഷിപ്പിൻ്റെ കാര്യത്തിൽ, ദുഷ്ടതയുടെ കാര്യത്തിൽ ഹിന്ദുമതത്തിനൊപ്പം എത്താൻ കഴിയില്ല എന്നുള്ള അഭിമാനത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. അപ്പോൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഈ ജാതി എന്ന് പറയുന്ന സഹോദരൻ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ, ജാതിയില്ലാത്ത ഹിന്ദുമതം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കടൽ വെള്ളം ഉണ്ടാക്കുന്ന പോലെയാണ് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതുപോലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പിന്നാക്കക്കാർക്കിടയിൽ കേരളത്തിൽ വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു സമന്വയം ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ അട്ടിമറിക്കുന്നത് ക്ഷേത്രപ്രവേശനമാണ്. അതൊരു തന്ത്രമാണ് സത്യത്തിൽ ക്ഷേത്രപ്രവേശനം, അന്നത്തെ ക്ഷേത്രപ്രവേശനം. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അന്ന് ഈഴവരിൽ കുറേ ആളുകൾ സിഖുകാരാവാൻ പോയിട്ട് പഞ്ചാബിൽ പോയി സിഖ് മതം സ്വീകരിച്ചിട്ട് കേരളത്തിലേക്ക് വരികയും സിഖ് മതം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്നും പല ഈഴവ കുടുംബങ്ങളിലും സിംഗ് എന്ന് സർനെയിമുള്ള ആളുകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ പഴയതിൻ്റെ ബാക്കിയാണ്. അതുപോലെ ചിലർ സിഖ് മതത്തിലേക്ക് പോയത് ഈഴവരാണ്, പക്ഷെ മറ്റെല്ലാ ജനവിഭാഗങ്ങളും ഇസ്ലാമിലേക്കോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്കോ പോകണമെന്ന ചർച്ച നടത്തുകയോ ചെയ്യുന്നുണ്ട്. അന്ന് സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള കുറച്ച് പേര് സംയുക്തമായിട്ട് എഴുതിയൊരു പുസ്തകം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നാണ്. മറ്റ് ഹിന്ദുമതത്തേക്കാൾ ഇപ്പം നമ്മൾ പോകേണ്ടത് ഇസ്ലാമിലേക്കാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. പക്ഷേ സഹോദരൻ ഈ വാദത്തെ അനുകൂലിച്ചുകൊണ്ടല്ല അതിലെഴുതിയത്. സഹോദരൻ ഇസ്ലാമിലേക്ക് പോകണമെന്ന വാദമല്ല മുന്നോട്ട് വെച്ചത്, മറിച്ച് അദ്ദേഹം മതപരിവർത്തനത്തെ പറ്റിയാണ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം അതിനെ സൂചിപ്പിക്കുന്നൊരു വാദം, എന്തുകൊണ്ടും ഹിന്ദുമതത്തേക്കാൾ ഭേദമാണ് മറ്റേത് മതവും. അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറ്റേതെങ്കിലും മതത്തിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. കാരണം മറ്റേതെങ്കിലും മതത്തിൽ പോയി അതിൽ നിന്ന് തുല്യത നേടിയെടുക്കുന്നേക്കാൾ മതം തന്നെ ഉപേക്ഷിച്ച് നിൽക്കുകയും മതത്തിനെതിരെ നിൽക്കുകയും ചെയ്ത് മതത്തിൻ്റെ ദോഷങ്ങളെ കളയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അത് സാധിച്ചില്ലെങ്കിൽ കുറച്ചു പേർ മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിലും തെറ്റില്ല. അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഗുണം എന്തായാലും വരുള്ളൂ. ഈഴവർ ഹിന്ദുമതം സ്വന്തമാണെന്ന് വിചാരിക്കുന്നത് ചങ്ങല സ്വന്തമാണെന്ന് വിചാരിക്കുന്നത് പോലെയാണ്. ചങ്ങല എത്ര ഗുണമുള്ളതെന്ന് വിചാരിച്ചാലും അത് ദോഷകരമാണ്. അതിനെ മുറിച്ചെറിയുകയാണ് വേണ്ടത്. എത്ര നമ്മൾ വിഷം കഴിച്ചാൽ അതിനെ അടക്കി നിർത്തി മിണ്ടാതിരുന്ന് വിഴുങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഛർദ്ദിച്ച് കളയുകയാണ് വേണ്ടത്. അതുപോലെ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു. ഇക്കാര്യത്തിൽ അംബേദ്കറും സഹോദരനും കട്ടക്കാണ്. അംബേദ്കറും കൃത്യമായിട്ട് ഇതിൻ്റെ വക്താവായിരുന്നു. ഹിന്ദുമതം ഉപേക്ഷിക്കാതെ ജാതി എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ആവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, സഹോദരനും ഉറപ്പായിരുന്നു. അത് നമുക്ക് ഇന്നും കാണാം. അപ്പോൾ ശാസ്ത്രപ്രചാരകർ ഇന്ന് ജാതിയൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും, അപ്പോൾ പരിവർത്തനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി, അദ്ദേഹം ഹിന്ദുമതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹൈന്ദവമതം
സനാതനധർമ്മം പിന്നെ വർണ്ണാശ്രമധർമ്മം എന്നീ വക പേരുകളാൽ അറിയപ്പെടുന്നത് ദുർജ്ഞേയം, നരനിന്ദാ നിയമം, പരസ്യമാം ജനവഞ്ചനാക്രമം. അതിനെ ഹന്ത നമ്മൾ മതമായി സ്വീകരിച്ചു, അതിനാൽ കെടുതികൾ നമുക്ക് ഭവിച്ചു. നരനിന്ദാ നിയമവും ദുർജ്ഞേയവും പരസ്യമായ ജനവഞ്ചനാക്രമവുമായ ഹിന്ദുമതത്തെ മതമായിട്ട് സ്വീകരിച്ചതാണ് നമ്മുടെ തെറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ആ കൃതി തന്നെ സഹോദരൻ പറയുന്നു, ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയാൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്നുള്ളതാണ്. അംബേദ്കർ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ ജാതി ഉന്മൂലനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദത്തിൻ്റെ ഒരു ക്രസ്റ്റാണത്. ഇനി അടുത്തത് സഹോദരൻ്റെ ഒരു കൃതി എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്ന കൃതിയാണ്. ധർമ്മത്തിലെ അദ്ദേഹം ധർമ്മം ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരൻ്റെ കേൾക്കുന്ന വാചകം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന്. സഹോദരനയ്യപ്പൻ പലപ്പോഴും ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരുവിന് സഹോദരനോട് എതിർപ്പുണ്ടായിരുന്നില്ല എന്നത് തന്നെ ഗുരുവിൻ്റെ ആശയം തരും നമുക്ക് മനസ്സിലാവും. സുനിൽ പിയുടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടുള്ളൊരു വാദം, ഈ കൃതി എഴുതിയതിൻ്റെ പേരിൽ ശിഷ്യന്മാർ പോയിട്ട് ഗുരുവിനോട് പറയാണ് സഹോദരൻ ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ സഹോദരൻ്റെ വാക്കുകളിൽ ദൈവമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ പ്രവർത്തനത്തിൽ ദൈവമുണ്ടെന്ന് ഗുരു പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ എനിക്കതിൻ്റെ റെഫറൻസ് അറിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരൻ തുടങ്ങുന്നത്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സഹോദരൻ മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇനി സഹോദരൻ പറയുന്നു, ജാതിയും മതവും സാക്ഷാൽ ദൈവവും കൂടി ഒഴിയിൽ മനുഷ്യനിന്ദാദ്രോഹങ്ങൾ ഏതു ചെയ്തില്ല ഇതേവരെ. ഇത് ജാതിയും മതവും ദൈവവും ചെയ്യാത്തതായിട്ടുള്ള ഒരു ദ്രോഹവും ഇന്ന് ലോകത്തില്ല. എല്ലാ ദ്രോഹവും അവർ ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യലോക സൗഭാഗ്യം ഏറ്റിയിടുന്ന സയൻസുകൾ മുന്നോട്ടരടി വെച്ചിടിൽ ഇവ ചെന്ന് തടുത്തിതു എന്നാണ്. മനുഷ്യലോക സൗഭാഗ്യം കൊണ്ടുവരുന്നത് സയൻസാണ്. ഈ സയൻസ് എപ്പോൾ മുന്നോട്ടൊരടി വയ്ക്കുന്നുവോ അപ്പോൾ പോയി ജാതിയും മതവും ദൈവവും പോയിട്ട് ഇതിനെ തടഞ്ഞു നിർത്തുകയാണ് പതിവ് എന്ന് പറയുന്ന ഒരിതാണ്. ഇവരെ ഈ ജാതിയെയും മതത്തെയും ദൈവത്തെയും സഹോദരനെ കൃതിയിൽ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരുടെ ജന്മശത്രുക്കൾ എന്നാണ്. അപ്പോൾ അങ്ങനെ സഹോദരൻ തുടങ്ങുന്നു. ഇനി സഹോദരൻ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് സമഭാവന എന്ന് പറയുന്നത്. സഹോദരനകത്ത് ഒരു സ്തുതി പോലെയാണ് ആ കൃതി എഴുതിയിട്ടുള്ളത്. സമഭാവന ശരണം എന്നാണ്. സമത്വത്തെ, തുല്യതയ്ക്ക് ശരണം ആണെന്ന് പറയുകയാണ്. നമ്മൾ അയ്യപ്പ ശരണം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിൽ തുല്യത ശരണമല്ലല്ലോ. അതുകൊണ്ട് അയ്യപ്പൻ്റെ ശരണം വിളിയിൽ അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം വിളിയിൽ തുല്യതയല്ല ഉള്ളത്. മറിച്ച് സഹോദരൻ അയ്യപ്പ ശരണം വിളിയിൽ തുല്യതയാണുള്ളത്. സമഭാവനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഇങ്ങനെയാണ്: മനുജന്യഹ സർവത്തെയും ഒരുമാതിരി കാൺമാൻ കഴിവേലുകിൽ ഇതുപോരും അവനുദ്ഗതി നേടാൻ നിഗമങ്ങൾ തിരഞ്ഞെന്തിനു വലയുന്നിതു മൂഢർ സമഭാവനയല്ലോ ഗതി സമഭാവന ശരണം. മനുഷ്യർക്ക് എല്ലാത്തിനെയും ഒരുപോലെ കാണാനായിട്ട് സമഭാവന പോലെ മറ്റൊരു ഉപായവും ലോകത്തില്ല. നമ്മൾ എന്തിനാണ് വേദങ്ങളും പഴയ കൃതികളുമൊക്കെ തിരഞ്ഞ് ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ മൂഢത്വം പ്രവർത്തിക്കുന്നത്? സമഭാവന മാത്രമാണ് നമുക്ക് ശരണം എന്ന് പറയുന്ന ആ കൃതിയാണ് സഹോദരൻ പുരുഷ ആധിപത്യത്തിൻ്റെ ഒരു സൂചന അതിനകത്ത്. അദ്ദേഹം ജാതിയെ പരാമർശിക്കുന്നുണ്ട്, മതത്തെ പരാമർശിക്കുന്നുണ്ട്, ലിംഗപരമായ പരാമർശത്തെ പരാമർശിക്കുന്നുണ്ട്. എല്ലാത്തിനെയും അപ്പുറം സമഭാവന എങ്ങനെയാണ് വരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നിരവധി, ഞാൻ നേരത്തെ പറഞ്ഞു, രാജാക്കന്മാർക്കും റാണിമാർക്കും എഴുതിയിട്ടുള്ള കൃതികളുണ്ട്. രാജനിവേദനം എന്ന് പറയുന്നത് രാജാവിന് എഴുതിയത് തുല്യനീതിയും തുല്യ വോട്ടവകാശവും തുല്യവേതനവും കിട്ടുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, ഒരു കവിതയാണ്. പക്ഷേ റാണിക്ക് കൊടുങ്ങല്ലൂർ ഭരണി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാണിക്ക് എഴുതുന്നുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെ ഭരണിക്ക് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ ഒരു കൃതി എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ മറ്റൊരു കവിത, 3 കവിതയാണ് കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ സഹോദരൻ എഴുതുന്നത്. അതുപോലെ റാണി സന്ദേശം. അതുപോലെ ജാതിക്കെതിരെ എഴുതിയ അടുത്ത കൃതി എന്ന് പറയുന്നത് ജാതി ചികിത്സാ സന്ദേശം എന്നുള്ള കൃതിയാണ്. ആ കൃതി, അതിൻ്റെ ഒരു ശ്ലോകം ഇന്നത്തെ പല സഹോദര വിരോധികൾക്കും ചിലപ്പോൾ ഇരുത്തി ചിന്തിക്കാൻ വക നൽകുന്ന ഒരു മറുപടിയായി സഹോദരൻ അന്ന് എഴുതി വെച്ചതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിതാണ്: ജാതി പോക്കാൻ ശ്രമിക്കാതെ ജാതീയത്തെ പഴിപ്പവർ തീ കെടുത്താതെ ചൂടാറ്റും പാഴ്വേല പ്രചാരകർ. ആ പാഴ്വേല പ്രചാരകർക്ക് ഒരു പിടി പൂക്കൾ വാരി സമർപ്പിച്ചിട്ട് നമുക്ക് തുടരാം. അതുപോലെ ജാതിക്ക് യുക്തിയാണ് ഔഷധം എന്ന് സഹോദരൻ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ആ കൃതിയിൽ തന്നെ പറയുന്നൊരു കാര്യം: ജാതി വിശ്വാസശീലങ്ങൾ മാറുമ്പോൾ നമ്മൾ ആദ്യമായി
മനുഷ്യനെ മനുഷ്യനായി കാണും, ആരോഗ്യമാർന്നിടും എന്നുള്ളതാണ്. സഹോദരൻ കൃതിയിൽ മുഴുവൻ പറയുന്നത് സഹോദരൻ തീർച്ചയായിട്ടും ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചിരുന്നൊരു കാര്യം, നമുക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണമെങ്കിൽ അതിനിടയിലുള്ള തടസ്സങ്ങളെ പറ്റി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. ക്യാൻസറിനെ പറ്റി മിണ്ടാതിരുന്നാൽ ക്യാൻസർ പോവില്ല, പട്ടിണിയെ പറ്റി മിണ്ടാതിരുന്നാൽ പട്ടിണി മാറില്ല, അതുപോലെ ജാതിയെപ്പറ്റി മിണ്ടാതിരുന്നാൽ ജാതി മാറില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്, ചരിത്രം തെളിവാണ്. സാക്ഷി എന്ന് പറയണ്ടല്ലോ, തെളിവാണ്. സാക്ഷി എന്ന് പറയാൻ ചിലപ്പോൾ ചിലർക്ക് കൊള്ളും. അപ്പോൾ ഇത് തെളിവാണ് ചരിത്രം. അപ്പോൾ ഞാൻ പറയുന്നത്, സഹോദരൻ മുഴുവനായിട്ടും പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന, മനുഷ്യർ ഒന്നാവുന്ന, മനുഷ്യർ ജന്മന ഒന്നാണ്, അവരെ ഒന്നായി കാണാനുള്ള ലോകമാണ് വരേണ്ടതെന്ന് നിരന്തരം പറഞ്ഞിരുന്ന സഹോദരൻ. പക്ഷെ അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത് ഒന്നാമതായിട്ട് ജാതിയാണെന്നും അത് നശിക്കേണ്ടതുണ്ടെന്നും അത് നശിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടണമെന്നും എന്നാൽ മാത്രമേ നമുക്ക് തുല്യതയിൽ എത്താൻ സാധിക്കൂ എന്നും പറഞ്ഞ ആളാണ്. അതിനൊപ്പം തന്നെ മതത്തെയും ദൈവത്തെയും കൂടി അദ്ദേഹം ആ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു പിന്നീടും, നരൻ്റെ ഗുണദോഷങ്ങൾ മഹത്വം അല്പത്തരങ്ങളും അവൻ്റെ ജാതി നോക്കാതെ കണ്ടിടും ജാതി പോയവർ എന്നാണ്. ജാതി പോയവരെ പറ്റി സഹോദരൻ പിന്നീടും പറയുന്നുണ്ട്, ഞാൻ ജാതി പോയ ഒരാളാണ്, ജാതി ആചാരങ്ങളെ പാലിക്കുകയും ചെയ്യുന്ന ആളല്ല. പക്ഷേ പിന്നാക്ക സമുദായങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവർ അവർ ഇതിന് തുല്യതയ്ക്കെതിരായവരാണ് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അത് പറയുന്നത് ഇന്നല്ല, ഇന്നും ആ വാദത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് 20കളിലും 30കളിലുമാണ്. അന്നത്തെ കേരളത്തിൻ്റെ ചരിത്രാവസ്ഥ കൂടി പരിഗണിക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ എന്നൊരു ഉപദേശം കൂടി എനിക്ക് നൽകാനുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകം കൂടി നമുക്ക് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വാചകമാണ്, എത്ര ബുദ്ധി വളർന്നാലും എത്ര വിദ്യ പഠിക്കലും ജാതി പോകാതെ ആ സിദ്ധി കൈവന്നീടില്ലൊരുത്തനും. ജാതി പോകാതെ ആ സിദ്ധി കിട്ടില്ല, ജാതി പോയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് അദ്ദേഹത്തിൻ്റെ യുക്തിപരമായ ചില കൃതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ യുക്തികാലം ഓണപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഓണപ്പാട്ട് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ് മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള അതേ ശൈലിയിൽ സഹോദരൻ ഒരു പാട്ട് എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും, എങ്ങനെയാണ് ബ്രാഹ്മണ്യം ജാതി സ്ഥാപിച്ചതെന്നും അതെങ്ങനെയാണ് മനുഷ്യർക്കും രാജ്യത്തിനും തടസ്സമായതെന്നും അതെങ്ങനെയാണ് ജനങ്ങളെ അടിയിലാക്കിയതെന്നും, ചിലരൊക്കെ പറയുന്നത് പോലെ ബ്രാഹ്മണരുടെ സ്വപ്നങ്ങളായിരുന്നു മനുസ്മൃതി എന്നൊന്നും പറയാൻ എന്തായാലും സഹോദരൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ അത്തരം ഗൂഢാലോചനാ സിദ്ധാന്തക്കാരുടെ ഒരു ശൈലിയായിരുന്നില്ല സഹോദരന്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷരും തുല്യരായി വാഴുന്ന കാലമാണ് വാഴുന്ന കാലം എന്നും, ജാതി നോക്കാതെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നവരാണ്, തുല്യ വിദ്യാഭ്യാസ അവകാശമുള്ളവരാണ്, തുല്യ ചികിത്സ എല്ലാവർക്കും കിട്ടുന്ന, മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാ ജാതികൾക്കും കിട്ടുന്ന കാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്തിൻ്റെ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനൊരു ടൂളായിട്ട് ഓണപ്പാട്ടിനെ ഉപയോഗിക്കുകയാണ്. യുക്തികാലത്തിലും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, യുക്തി നീ നാട് വാഴും കാലം മർത്യർ സ്വതന്ത്രരായി തീരും കാലം എന്നാണ്. യുക്തി മാത്രമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ യുക്തി സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സയൻസ് ദശകം എഴുതുന്നത്. സയൻസ് ദശകം യുക്തിവാദി മാസികയുടെ ആദ്യത്തെ ലക്കത്തിൽ അച്ചടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത കൃതിയാണ്. സയൻസ് ഇന്ന് തൊഴുന്നു ഞാൻ എന്നെല്ലാ പാദത്തിലും അവസാനിക്കുന്ന ഒരു കൃതിയാണ് സയൻസ് ദശകം. സയൻസ് ദശകം വളരെ കൃത്യമായിട്ട് സയൻസിൻ്റെ ഒരു വഴികളെ മലയാളത്തിൽ പ്രസിദ്ധമാക്കുന്ന, ലഘുവായിട്ടും അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ആയിട്ടും വ്യക്തമാക്കുന്ന ഒരു കൃതിയാണ് സയൻസ് ദശകം. ഈ ഭാവി എന്ന് പറയുന്ന കൃതിയിലും അദ്ദേഹം സയൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് പരിണാമത്തെ പറ്റിയാണ്. ഡാർവീന ദർശനം വെച്ച് നോക്കുമ്പോൾ അഖിലത്തിനും പ്രത്യാശാപൂർണമാമർത്ഥം കാണാം അഭിനവോജ്വലം എന്നാണ്. ഡാർവിൻ്റെ ദർശനം വെച്ച് നോക്കുമ്പോൾ ലോകം മുഴുവനും പ്രത്യാശാപൂർണമായ അർത്ഥങ്ങളിൽ ഭാവി നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പരിണാമ സിദ്ധാന്തത്തെ പറ്റി ഒരു ശ്ലോകം കൂടി അദ്ദേഹം അവിടെ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പരിണാമ സിദ്ധാന്തവും ഡാർവിൻ്റെ ദർശനവും ലോകത്തിന് തുല്യമായി കാണുന്നതെന്ന് അദ്ദേഹം ഭാവി എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം കുറച്ച് കഥകൾ, അദ്ദേഹം സാധാരണ പദ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കൃതികൾ എഴുതിയിട്ടുണ്ട്. അഹല്യ എഴുതിയിട്ടുണ്ട്, റോസ എഴുതിയിട്ടുണ്ട്. അതിൽ റോസയും ജോണും തമ്മിലുള്ള പ്രണയമാണ് അതിൻ്റെ പ്രസ്താവം. അങ്ങനെ അന്നത്തെ ഒരു ആളുകൾ സ്ഥിരം എഴുതാത്ത ശൈലിയിലുള്ള പുലക്കോളനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കണ്ടൊരു കോളനി ഉണ്ട്. അതിൽ ഒരു പുലയ സ്ത്രീയുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ അയ്യപ്പൻ ജാതിവാദിയായിരുന്നു. പക്ഷെ അയ്യപ്പൻ വാദിച്ചത് ഈഴവ ജാതിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് പുലയരെയും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം ഈഴവരെ പറ്റി എപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ. ഈ
അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്നുള്ളതാണ്. അവർ സ്ഥിരമായിട്ട് സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്ന് ചിലപ്പോൾ അതിന് അല്പം ശമനം ഉണ്ടാവുമെങ്കിൽ പോലും, അല്പം ശമനം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, മറിച്ച് കേരളത്തിൻ്റെ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള നിലയിൽ ജാതി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹം ഇത്തരം ട്രഡീഷണലായ വാദമുഖങ്ങളെ മുഴുവനും അതിക്രമിച്ചുകൊണ്ട് യുക്തിയെയും സയൻസിനെയും അംബേദ്കറെയും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം എന്നപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ മിശ്രം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം പറയുന്നത് മിശ്ര വിവാഹത്തെപ്പറ്റി, മിശ്രം എന്ന് പറയുന്ന ആളുകളുടെ കൂടിക്കലറിനെ പറ്റിയാണ് പറയുന്നത്. ആളുകൾ പരസ്പരം ഇണചേരുന്നത്, അതാണ് ലോകസത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് മിശ്രം മാത്രം ലോകത്തിൽ സത്യമാവുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം വർണ്ണസങ്കരം എന്ന് പറയുന്നതും ജാതി സങ്കരം എന്ന് പറയുന്നതും അത് ഹിന്ദുമതവും ഇന്ത്യയും നിഷേധിച്ചിട്ടുള്ള ഒരു തത്വമാണ്. ഇക്കാലങ്ങളിൽ എന്നും അത് നിഷേധിച്ചിട്ടുള്ളതാണ്. ആ സഹോദരൻ പിന്നീടൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജാതി നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ 2 എണ്ണമാണ് ജാതി മാറി ഒരുമിച്ച് ഭക്ഷണം കഴിക്കലോ വിവാഹമോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിഷേധം. ഇതിനെ പൊളിച്ച് നമ്മൾ തുടങ്ങണം എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അദ്ദേഹം മിശ്ര ഭോജനത്തെപ്പറ്റി അദ്ദേഹം ഒരു സഹോദരനിലൊരു വിശദീകരണക്കുറിപ്പ് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 2 വിശദീകരണക്കുറിപ്പുണ്ട്. ആദ്യ വിശദീകരണക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് മിശ്ര ഭോജനം നടത്തിയ ഉടനെ ജാതി ഇല്ലാതായി പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കടക്കിൽ അടി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊരു ടൂളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സഹോദരൻ എഴുതുന്നത്. ഇതേ കാര്യം അംബേദ്കർ എഴുതുന്നുണ്ട്. അംബേദ്കർ ഒരു ഘട്ടത്തിൽ ഇത് എഴുതുന്നുണ്ട്. ഇത്തരം മിശ്രഭോജനം ജാതി ഇല്ലാതെയാക്കില്ല, പക്ഷെ അത് ഇതിനെതിരെ പോരാടാനുള്ള ടൂളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ ഈഴവ സംഘടനയല്ല സ്ഥാപിച്ചത്. അതറിയണമെങ്കിൽ നമുക്ക് സഹോദരനെ വായിക്കേണ്ടി വരും, അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം സഹോദര സംഘമാണ് സ്ഥാപിച്ചത്. സഹോദരൻ പത്രമാണ് ഇറക്കിയത്. സഹോദര ദിനത്തിന് അദ്ദേഹം എഴുതിയൊരു ഗാനമുണ്ട്. അതിലെ 2 വരി മാത്രം വേണ്ടാൽ മതി. സകലർക്കും ഇത് സ്വന്തം, സകലർക്കും ഇതിൽ ചേരാം, സകലരും ഒരു ജാതി സഹോദരങ്ങൾ. ഇതാണ് സഹോദര സംഘത്തിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ സഹോദര സംഘത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈഴവർ, പുലയർ, നായർമാർ, അങ്ങനെ നിരവധി ജാതികളെല്ലാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിശ്ര വിവാഹ ഗാനമുണ്ട്. കേരളത്തിൽ മിശ്ര വിവാഹ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് മിശ്ര വിവാഹ ഗാനം. സഹോദരനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് പിന്നീടും മിശ്രവിവാഹ പ്രസ്ഥാനങ്ങൾ പിന്നീടും തുടർന്നത്. അതായത് അദ്ദേഹം വയ്ക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ജാതി ത്യജിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മിശ്രവിവാഹിതരാകുന്നവർ ജാതി ത്യജിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ ജാതി കൊണ്ടുകിടക്കണം എന്നല്ല. രണ്ടാമത്തേത് മനുഷ്യത്വത്തെ തുണ്ടുതുണ്ടായി മുറിക്കരുത് എന്നാണ് പറയുന്നത്. പ്രണയം തടഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തെ തുണ്ടുണ്ടായി മുറിക്കരുത്, ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, ദേശത്തിൻ്റെ പേരിൽ മുറിക്കരുത്, മറിച്ച് ഒന്നിച്ചു ചേരണം, പ്രണയിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സിവിൽ മാരേജ് ബില്ല് കൊച്ചി നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം ഈ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ മനുഷ്യത്വത്തിൻ്റെ ഭദ്രതയും പൂർണ്ണതയും മിശ്രത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ മനുഷ്യത്വത്തിൻ്റെ ജാതിബാധ ഒഴിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. ജാതീയ ബാധയായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ജാതി അസുഖമായിട്ടാണ് അദ്ദേഹം പലയിടത്തും പറയുന്നത്. അസുഖമായിട്ട്, ബാധയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മമത, സൗഹൃദം, പ്രണയം, വിവാഹം, ഇത് 4. സ്നേഹം, സൗഹൃദം, പ്രണയം, വിവാഹം, ഇത് 4 സ്വാതന്ത്ര്യത്തോടെ ഈ അതിരുകളൊക്കെ പൊട്ടിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ലോകമുണ്ടാവണമെന്ന് അദ്ദേഹം അന്ന് പറയുന്നുണ്ട്. വിവാഹം രജിസ്റ്റർ പോലും ചെയ്യാൻ പാടില്ല എന്ന് കൊച്ചി നിയമസഭയിലെ സാമാജികർ പിൽക്കാലത്ത് വാദിച്ച കേരളത്തിലാണ് കേട്ടോ. അപ്പം അങ്ങനെ അദ്ദേഹം മിശ്രത്തെ പറ്റി പറയുന്നൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. അദ്ദേഹം പറയുന്നത് എല്ലാവരും മിശ്രമാണ്. ഇന്ത്യയിലെ ജാതികൾ മിശ്രമാണ്. പരസ്പരം കലരാത്ത ഒരു ജാതിയും ഇന്ത്യയിലില്ല. ജാതി മാത്രമല്ല, മനുഷ്യ വംശവിഭാഗങ്ങളുണ്ട്. നീഗ്രോ, മംഗ്ലോയിഡുകൾ, ആര്യന്മാർ, ദ്രാവിഡന്മാർ, ഇവരെല്ലാവരും മിശ്രമായിട്ട് ചേർന്നവരാണ്. ഇവരെല്ലാവരും പരസ്പരം മിശ്രമായി ചേർന്ന ആളുകൾ, മനുഷ്യർ മാത്രമേ ഇന്ന് ലോകത്തിൽ നിലവിലുള്ളൂ. അതുകൊണ്ട് അമിശ്രം എന്ന് പറയുന്നത് നുണയാണ് എന്ന് സഹോദരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മിശ്രത്തെ പറ്റി അദ്ദേഹത്തിന് നിരവധി 3 4 കൃതികളുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദ്യകൃതികൾ എഴുതുന്നു. ഇനി അവസാന ഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനങ്ങളും സമാഹാരങ്ങളും. അദ്ദേഹം ലേഖനങ്ങളിൽ എഴുതിയിരുന്ന മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്ക് എതിരായിരുന്നു, തുല്യതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അഴിമതിക്കെതിരെ എഴുതിയിട്ടുണ്ട്, യുക്തിക്ക് വേണ്ടി, സയൻസിന് വേണ്ടിയും ഒക്കെ നിരന്തരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് സൂചിപ്പിക്കാനുള്ളത് വർഗീയതയോട് എങ്ങനെയാണ് എന്നുള്ളതാണ്.
അത് 1930കളിൽ അദ്ദേഹം വർഗീയതയെ 66-ലാണ് എഴുതുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് വർഗീയതയെ കണ്ടത്. ഗോമാംസ നിരോധനം അന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഗോമാംസ നിരോധനത്തെ കണ്ടത് എന്ന് കാണണം. അദ്ദേഹം പറയുന്നത്, ഹിന്ദുക്കളെ ആരും ഗോമാംസം തിന്നാനോ ഗോവധം നടത്താനോ നിർബന്ധിക്കുന്നില്ല. അവർക്ക് ഗോമാംസം കഴിക്കാതിരിക്കാം. അത്രത്തോളം കൊണ്ട് അവരുടെ ഗോപൂജ തൃപ്തിയടയണം. ഗോമാംസം തിന്നുന്നവരും മാംസത്തിനായി ഗോവധം ചെയ്യാൻ പാടില്ല എന്ന് ശഠിക്കുന്നത് അപകടകരമായ ഒരു മതമുഷ്കാണ്. ഗവൺമെൻറ് ആ മുഷ്കിനെ തൽക്കാലം കാര്യം മാത്രം നോക്കി വിഴുങ്ങുന്നത് പിന്നീട് വലിയ കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും വഴിവെക്കും എന്ന് മാത്രമല്ല, സഹോദരൻ ഗവൺമെൻറ്റിനോട് പറയുന്നത് സർക്കാർ ആ മതക്കടിക്ക് മാന്തി കൊടുക്കരുതെന്നാണ്. അദ്ദേഹം എഴുതുന്ന മുഖപ്രസംഗം അതാണ്. ഹിന്ദുക്കളുടെ മതക്കടിക്ക് മാന്തി കൊടുക്കരുത് സർക്കാർ എന്നാണ് അദ്ദേഹം ഗവൺമെൻറ്റിനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ സഹോദരൻ അത്രയ്ക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് പലപ്പോഴും എഴുതിയിരുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യുക്തിവാദിയുടെ 1-ാം ലക്കത്തിലത്തെ പ്രസ്താവന, 1-ാം ലക്കത്തിലെ ആമുഖ പ്രസ്താവന. അദ്ദേഹം അതിനകത്ത് കൃത്യമായിട്ട് എന്താണ് യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ, യുക്തിവാദി മാസികയുടെയും ലക്ഷ്യമെന്ന് അദ്ദേഹം ആദ്യമായിട്ട് കുറിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അറിവ്, ഞാൻ നേരത്തെ പറഞ്ഞ അറിവ് ഒരു പ്രവാഹമാണ്. ഈ പ്രവാഹത്തെ ത്വരിതപ്പെടുത്തുന്നത് നിരീക്ഷണവും നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തയുമാണ്. ഇത് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചിന്തയാണ്. പ്രകൃതി അതീതമായിട്ടുള്ളതോ അജ്ഞേയമായിട്ടുള്ളതോ ഒരു അറിവിലും യുക്തിവാദിക്ക് വിശ്വാസമില്ല. യുക്തിവാദി എന്ന് വിളിക്കുന്നത് ഇവിടെ മാസികയാണ്. നിരീക്ഷണവും ചിന്തയും എത്ര സ്വതന്ത്രമാകുന്നുവോ, എത്ര നിർബാധം സ്വതന്ത്രമാകുന്നുവോ അറിവ് അത്രത്തോളം മുന്നോട്ട് പോകും. സ്വതന്ത്ര ചിന്ത എന്നുള്ള വാക്ക്, നമ്മൾ യുക്തിവാദത്തെ സ്വതന്ത്ര ചിന്ത എന്ന് പിന്നീട് പിൽക്കാല കേരളം നാമകരണം ചെയ്യുന്നുണ്ട് പലപ്പോഴും. അതിനെ സമാനാർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്രീ തോട്ട് എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്ത എന്നുള്ള വാക്ക് സഹോദരൻ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സ്വതന്ത്ര ചിന്ത പ്രസ്ഥാനം എന്നൊക്കെ സഹോദരൻ ഉപയോഗിക്കുന്നുണ്ട്. സ്വതന്ത്ര ചിന്തയുടെ യുക്തിവാദം പോലെ തന്നെ സഹോദരൻ പറയുന്ന ഒരു വാക്കാണ് സ്വതന്ത്ര ചിന്തയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം മറുപടി പറയുന്നത്, യുക്തിവാദം ഒരു മതമല്ല, മറിച്ച് യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയ അറിവ് മാത്രമേ സ്വീകരിക്കൂ എന്ന മനോഭാവം മാത്രമാണ്. അതാണ് യുക്തിവാദിയുടെ അഭിപ്രായം. ഇനി അദ്ദേഹം പറയുന്നത്, യുക്തിവാദിക്ക് പരിപൂർണ അറിവുകളിലോ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അറിവുകളിലോ അജ്ഞേയം അറിവുകളിലോ വിശ്വാസമില്ല. ഇന്ന് യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന ഒരു കാര്യം, ശരിയെന്ന് തോന്നുന്നൊരു കാര്യം തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ അതിനെ തിരുത്തുകയും ഇന്ന് തെറ്റാണെന്ന് വിചാരിക്കുന്ന കാര്യം ശരിയാണെന്ന് തെളിഞ്ഞാൽ ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യും. ഇതാണ് യുക്തിവാദിയുടെ അഭിപ്രായം എന്ന് അദ്ദേഹം ആദ്യത്തെ ആമുഖ പ്രസംഗത്തിൽ അത് വായിച്ചിരിക്കേണ്ട ഒരു പ്രസ്താവമാണ്. സഹോദരൻ്റെ മുഖപ്രസംഗം പോലെ തന്നെ ആമുഖ പ്രസ്താവം പോലെ തന്നെ യുക്തിവാദിയുടെ ആമുഖ പ്രസ്താവവും സഹോദരൻ എഴുതിയത് വായിച്ചിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. അതുപോലെ വായിച്ചിരിക്കേണ്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് SNDPയുടെ അവകാശ പ്രഖ്യാപന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് പിന്നീട് വരാം. SNDPയും സഹോദരനും തമ്മിൽ എന്താണ് ബന്ധമെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനകത്ത് സഹോദരൻ എഴുതിയ ചില മുഖപ്രസംഗങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. അത് മതപരിവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്താണ് അദ്ദേഹം പറയുന്നത്, മതപരിവർത്തനം, ഹിന്ദുമതത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്യുന്നത് ദോഷമുണ്ടാക്കില്ല, എന്തായാലും കുറച്ചെങ്കിലും ഗുണം മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ആ ഒരു മതങ്ങളുടെ ബാധയിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷ കിട്ടാനായിട്ട് നിങ്ങളുടെ ഒരു പ്രയത്നം മതധ്വംസനത്തിനാണ് ഉപയോഗിക്കേണ്ടത്, മതങ്ങളെ തകർക്കാനാണ് നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മതബാധയിൽ നിന്ന് എല്ലാവർക്കും മോചനം കിട്ടും. അപ്പോൾ ആ പ്രയത്നത്തിൽ നിങ്ങൾ കൂടുതൽ പറ്റുമെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തായാലും ഇത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ് മതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ലേഖനമാണ്. അതുപോലെ തന്നെയാണ് സമുദായ പ്രാതിനിധ്യവാദം എന്ന് പറയുന്ന റിസർവേഷനെ പറ്റിയുള്ള സഹോദരൻ്റെ മുഖപ്രസംഗം. അതിനകത്ത് സഹോദരൻ ഗാന്ധിയെ കുറച്ചൊക്കെ അംഗീകരിച്ചിരുന്ന ഒരാളാണ്. ഗാന്ധി സന്ദേശം എന്ന പേരിൽ സഹോദരൻ ഒരു കൃതിയുണ്ട്. അതേസമയത്ത് ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ സഹോദരൻ നിരന്തരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സഹോദരൻ ഗാന്ധിയുടെ ഒരുപാട് ആശയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഗാന്ധി എറണാകുളത്ത് വന്ന സമയത്ത് ഗാന്ധിക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് പള്ളുരുത്തിയിൽ, എറണാകുളം പള്ളുരുത്തിയിൽ. അന്ന് ഗാന്ധിക്ക് ഒരു മംഗളപത്രം കൊടുക്കാൻ ഏൽപ്പിക്കുന്നത് സഹോദരനെയാണ്. മംഗളപത്രത്തിൻ്റെ ആമുഖമായിട്ട് സഹോദരൻ എഴുതി കൊടുക്കുന്ന കാര്യം, ഹിന്ദുമതത്തിൻ്റെയും മതങ്ങളുടെയും ദുഷ്ടതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആമുഖം എഴുതിയിട്ട് കൃതി ഗാന്ധിജിയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു മംഗളപത്രമാണെന്ന് ആലോചിക്കണം. അദ്ദേഹം ഹിന്ദുമതത്തിന് വേണ്ടി നിലകൊള്ളുന്ന എത്രമാത്രം പരിഹാസ്യമാണെന്നും താങ്കൾക്ക് ആ നിലപാടിൽ നിന്ന് മാറാൻ പറ്റാത്തത് കുറേ കാലം ജാതി ഹിന്ദുക്കളുമായി ഇടപഴകുകയും അവരുടെ ചിന്ത തലയ്ക്ക് പിടിച്ചു പോയതുകൊണ്ടാണ് അങ്ങേക്ക് ഇത് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാന്ധിയെ മുച്ചൂടും വിമർശിക്കുന്ന
ഒരു മംഗളപത്രമാണ് ഗാന്ധിക്ക് സ്വീകരണത്തിന് സമ്മാനമായിട്ട് സഹോദരൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഗാന്ധി അതിനുശേഷം അതിനെപ്പറ്റി ഒരു മറുപടി പ്രസംഗം നടത്തുന്നുണ്ട്. എൻ്റെ അടുത്ത് ബാൻസരിയാണ് പറഞ്ഞത് 5 മിനിറ്റ് സംസാരിക്കാൻ തീരുമാനിച്ച ഗാന്ധി 15 മിനിറ്റ് സംസാരിച്ചിട്ടാണ് പോയതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് സഹോദരനിൽ എഴുതിയൊരു മുഖപ്രസംഗമാണ്. അത് കമ്മ്യൂണൽ അവാർഡിനെ സംബന്ധിച്ചിട്ടാണ്. പ്രത്യേക സാമുദായിക മണ്ഡലവും പൂന പാക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീരുമാനത്തിനെതിരെ, പൂന പാക്റ്റിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ഗാന്ധി ജീവിതത്തിൽ ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം, മരണം വരെ നിരാഹാരം പ്രഖ്യാപിക്കുന്നത് ഇത് കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് സഹോദരൻ മുഖപ്രസംഗം ആരംഭിക്കുന്നത് മിസ്റ്റർ ഗാന്ധി പട്ടിണി കിടന്ന് ചാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഗാന്ധിയെ അന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതുപോലെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് ഞാൻ പറഞ്ഞത്, സമുദായ പ്രാതിനിധ്യവാദം. അതിൽ റിസർവേഷനെതിരെ അന്ന് നിലവിലുള്ള പ്രധാന മെറിറ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ ഒരുമിച്ച് ജനകീയ ഭരണം എന്ന് പറയുന്ന ആശയത്തിനെതിരാണ് സംവരണം എന്ന് പറയുന്ന വാദങ്ങളൊക്കെ മറുപടിയായി അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ജനങ്ങളുടെ ഭരണം വേണമെന്നാണ് പറയുന്നത്, പക്ഷേ അതിൽ ജനങ്ങളില്ല, അതിൽ ചില വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് കാണാൻ പറ്റും 60കളിലൊക്കെ നോക്കിയാലും 50കളിലൊക്കെ കൊച്ചി നിയമസഭയിലും തിരുവനന്തപുരം നിയമസഭയിലും നിവർത്തന പ്രക്ഷോഭമൊക്കെ തുടങ്ങുന്നത്, നിവർത്തന പ്രക്ഷോഭം ഈഴവ സമുദായം, ലത്തീൻ കത്തോലിക്കര്, ചില മുസ്ലിം സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നൊരു പ്രക്ഷോഭമാണ്. അതിനകത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ പതിറ്റാണ്ടുകളായി അവിടെ പ്രജാസഭ വന്നിട്ടും ഒരൊറ്റ പിന്നാക്കക്കാരനെ പോലും തെരഞ്ഞെടുത്ത് അയക്കാൻ കേരളത്തിന്, തിരുവിതാംകൂറിന് സാധിച്ചില്ല. അത് അവിടെ കൊള്ളാവുന്ന പിന്നാക്കക്കാരില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ ജന്മനായാണ് ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് എന്ന് പറയുന്ന വർണ്ണ സിദ്ധാന്തത്തെ നമ്മൾ പിന്താങ്ങേണ്ടി വരും. അതുകൊണ്ടല്ല, അന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ ജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ഇത് വേണമെന്ന് നിവർത്തന പ്രക്ഷോഭം പ്രധാനമായിട്ട് വാദിച്ചിരുന്നു. അപ്പം അതുപോലെ അദ്ദേഹം പറയുന്നു, ഇതുവരെ ആരെയും അത്തരത്തിൽ തിരഞ്ഞെടുക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് സമുദായ പ്രാതിനിധ്യം മണ്ഡലങ്ങളിൽ വരണം, ജോലികളിൽ വരണം. ജോലികളിൽ അന്ന് വരെ ഒരാളുമില്ല. കാരണം അതിന് പ്രധാനപ്പെട്ട കണക്ക് സഹോദരൻ മുന്നോട്ട് വയ്ക്കുന്നത് 200 രൂപയിൽ കൂടുതൽ 300 രൂപയിൽ കൂടുതൽ മാസ ശമ്പളമുള്ള ഒരാളും പിന്നോക്കക്കാരിലില്ല. ഒരു പിന്നാക്ക സമുദായത്തിലുമില്ല. മുസ്ലിങ്ങളിലില്ല, ലത്തീൻ കത്തോലിക്കരിലില്ല, ഈഴവരിലില്ല, പുലയരിലില്ല, പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ. 200 രൂപയ്ക്ക് മേൽ വരുമാനമുള്ള ആളുകളിൽ അന്ന് ഉള്ളത് 180-നടുത്ത ആളുകളാണ്. അതിൽ ഒരു ഈഴവനുണ്ട്, മറ്റൊരു പിന്നാക്ക സമുദായക്കാരനുമില്ല. ബാക്കി മുഴുവൻ ആളുകളും സവർണരാണ്. അതിൽ പകുതിയോളം നായന്മാരാണ്, 58 മറ്റോ തമിഴ് ബ്രാഹ്മണരാണ്, പിന്നെ ബ്രാഹ്മണരാണ്, പിന്നെ മറ്റു ചില സവർണ സമുദായങ്ങളും. ആകെ ഒരു ഈഴവനും മറ്റൊരു സമുദായത്തിനും പ്രാതിനിധ്യമില്ല. അപ്പം ഇത്തരം കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് സഹോദരൻ സ്ഥാപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സ്ഥാപിക്കേണ്ടത്? കാരണം പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഇന്നത്തെ പോലെയല്ല. ഇന്ന് സംവരണം വന്നതിന് ശേഷം മാത്രം ജോലി പ്രാതിനിധ്യത്തിൻ്റെ തുല്യത ഉറപ്പുവരുത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സംവരണമില്ലാത്തതുകൊണ്ട് മാത്രം പ്രാതിനിധ്യമില്ലാതെയായി പോകുന്ന രാജ്യസഭ പോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സണ്ണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സംവരണത്തെ പറ്റിയുള്ള സംഭാഷണത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായിട്ട്. എങ്ങനെയാണ് സംവരണമില്ലാത്ത രാജ്യസഭാ സീറ്റിൽ പ്രാതിനിധ്യം സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ 1-2 ലേഖനങ്ങളോട് സൂചിപ്പിക്കേണ്ട ഒരു ലേഖനം അധകൃത പ്രമേയം എന്ന് പറയുന്ന ലേഖനമാണ്. അത് കരപ്പുറം മാസികയാണ്. എനിക്ക് ഒരു പ്രാവശ്യം കൂടി വ്യക്തിപരമായിട്ടൊരു പരാമർശം നടത്തിയേ തീരുള്ളൂ. അത് കൃത്യമായിട്ട് ആശയത്തെ വിമർശിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ആശയം എതിർക്കപ്പെടേണ്ട ആശയമാണ്. പ്രൊഫസർ സി രവിചന്ദ്രൻ സംവരണ സമവാക്യങ്ങളിൽ പറയുന്ന മറ്റൊരാശയം ബ്രാഹ്മണർ ജാതി ഉപേക്ഷിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ്. അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണർ ജാതി ഉപേക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, കാരണം ജാതിയെ നിലനിർത്തുന്നത് മറ്റ് ജാതിക്കാരാണ്. ബ്രാഹ്മണനെ മറ്റു ജാതിക്കാർ ഉയർന്ന ജാതിയായി കരുതുന്നുകൊണ്ടാണ് കേരളത്തിൽ ജാതി നിലനിൽക്കുന്നത്. ബ്രാഹ്മണരല്ല ജാതി നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ ജാതി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു കാര്യവുമില്ല എന്ന് യൂട്യൂബിലുള്ള പ്രസംഗത്തിൽ ഉണ്ട്. അപ്പോൾ ഇതിന് മറുപടിയൊക്കെ പറയാവുന്ന തരത്തിലുള്ള സഹോദരൻ്റെ ഒരു ലേഖനമാണ് അധകൃത പ്രമേയം. അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്, പിന്നോക്കക്കാരെ ഒരാളും സഹായിക്കേണ്ട കാര്യമില്ല, അവർക്ക് മുന്നിലുള്ള വിലക്കുകൾ നീക്കിയാൽ മാത്രം മതി, അവർ തന്നെ നന്നായിക്കോളും എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാൻ സഹോദരൻ പറയുന്നത്, ജാതിക്കെതിരെ എല്ലാവരും ഇന്നും പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. നേരത്തെ ഞാനിപ്പോൾ പറഞ്ഞ പ്രസംഗത്തിൽ പോലും പ്രസംഗിക്കുന്നത് ജാതി വ്യത്യാസത്തിനെതിരെ, ജാതി വിവേചനത്തിനെതിരെ ഉദ്ബോധനം നടത്തുന്ന ആരെയാണ്? പിന്നോക്ക സമുദായക്കാരെയാണ്. സഹോദരൻ പറയുന്നത് പുലയരെയല്ല പട്ടന്മാരെ നന്നാക്കുക ആദ്യം എന്നാണ്. തിരിച്ചാണ്. പുലയരെയല്ല പട്ടരെ നന്നാക്കണം, അവർ ജാതി വ്യത്യാസം മാറ്റി ഞങ്ങളുടെ വിലക്കുകളൊക്കെ നീക്കി നോക്കട്ടെ, ഞങ്ങൾ തന്നെ നന്നായിക്കണം, ഒരാൾ ഞങ്ങളെ സഹായിക്കാൻ വരണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വാദവും ഈ വാദവും ചേർത്ത് വെച്ചിട്ട് വേണം സഹോദരൻ്റെ ജാതിയെ പറ്റി നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ ആലോചിക്കണം.
അപ്പോൾ അബോധത്തിലാണ് ചിന്തകൾ പ്രവർത്തിക്കുക എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനനം കൊണ്ട് ഉയർന്നവൻ താഴ്ന്നവൻ എന്ന സമ്പ്രദായമാണ് മാറേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളുണ്ട്. അതുപോലെ ജാതി ഇല്ലാതാക്കൽ എന്ന പേരിലാണ് സഹോദരൻ മാസികയുടെ 1928 വാർഷിക സന്ദേശം. ജാതി ഇല്ലാതാക്കൽ, ജാതി മാറണം, ജാതി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വർഷങ്ങളിലെ വാർഷിക സന്ദേശങ്ങൾ, ലേഖനങ്ങൾ. സഹോദരൻ്റെ ലേഖനങ്ങൾ എടുത്താൽ തലക്കെട്ടുകളിൽ പകുതി, ചിലപ്പോൾ ഭൂരിപക്ഷവും ജാതി ഇല്ലാതാവണമെന്നായിരിക്കും. അതിലൊരിടത്ത് മാത്രമാണ് ജാതി ചോദിക്കണമെന്നൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാദം മാത്രം എടുത്തുകൊണ്ടാണ് പ്രൊഫസർ സഹോദരൻ ജാതിവാദിയാണെന്ന് പറയുന്നത്. അത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജാതി എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്, ജാതി പോകണം എന്ന് പറയുന്നൊരു ലേഖനമുണ്ട്, ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നൊരു ലേഖനമുണ്ട്, ജാതിക്കെതിരെ എന്ന് പറഞ്ഞ ലേഖനമുണ്ട്, ജാതി ഇല്ലാതാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗമുണ്ട്. ഒരു മുഖപ്രസംഗം മാത്രം ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്നാണ്. പക്ഷേ ഇതിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വിവരമാണ് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. കാരണം തെറ്റിദ്ധാരണകളെ നീക്കിയാൽ മാത്രമാണല്ലോ ശാസ്ത്രം മുന്നോട്ട് പോവുള്ളൂ. തെറ്റ് പഠിക്കുന്നത് ഇറാഷണൽ ആണല്ലോ. അപ്പോൾ തെറ്റെന്താണെന്ന് വെച്ചാൽ, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി ഇല്ലാതാകാൻ ജാതി വിചാരിക്കണം എന്നാണ്. അദ്ദേഹം സംഗ്രഹമായിട്ട് പറയുന്ന ഇതാണ്. സഹോദരൻ്റെ വാദം ജാതി ഇല്ലാതാവാൻ ജാതി ചിന്തിക്കണം എന്നാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അത് വായിക്കാനൊന്നും മെനക്കെടുന്നില്ല അദ്ദേഹം, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാൽ അതിനകത്ത് പറയുന്ന ഇതാണ്. അദ്ദേഹം പറയുന്നത്, ഗുരു പറഞ്ഞ ജാതി ചോദിക്കരുത്, വിചാരിക്കരുത്, ജാതി പറയരുത്, ചോദിക്കരുത്, വിചാരിക്കരുത് എന്ന സന്ദേശത്തിനെതിരല്ല ഇത് ഒന്ന്. പക്ഷേ ചില ആളുകൾ ഈ സന്ദേശത്തെ എടുത്തുകൊണ്ട് പിന്നാക്ക സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, പ്രാതിനിധ്യം, സംവരണം മുതലായവ നിഷേധിക്കാൻ ഈ വാദത്തെ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് പാടില്ല. കാരണം നിങ്ങൾ ജാതി പോകണം വിചാരിക്കരുതെന്ന് പറയുന്ന ആളുകളല്ലേ, പിന്നെ എന്തിനാ സംവരണം എന്ന് ഇന്ന് ചോദിക്കുന്ന പോലെ തന്നെ അന്നും ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചില ആളുകൾ ഇൻവെർട്ടർ കോമയിൽ ചില ആളുകൾ ഈ വാദം ഉപയോഗിക്കുന്നുണ്ട്. അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജാതി പുലർത്തണം എന്ന ഉദ്ദേശത്തോടെ ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ജാതി പറയരുത്, വിചാരിക്കരുത്, ചിന്തിക്കരുത്. ജാതി പുലർത്തണം എന്ന ഉദ്ദേശത്തോടെ ഒരിക്കലും ജാതി പറയരുത്, പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത്. പക്ഷെ ജാതിയെ നശിപ്പിക്കാൻ പറയാമെന്നല്ല, നശിപ്പിക്കാൻ ആവശ്യമെങ്കിൽ ജാതി ചോദിക്കണം, പറയണം, വിചാരിക്കണം എന്നുള്ളതാണ് സഹോദരൻ്റെ ആ മുഖപ്രസംഗം. അതിൻ്റെ സംഗ്രഹമായി സ്വന്തം ഒരു ആശയം അവതരിപ്പിക്കുന്നത് ഇറാഷണലാണ് എന്നൊരു വാദം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ നിരവധി ലേഖനങ്ങൾ പിന്നീട് പോകുന്നുണ്ട്. സയൻസിൻ്റെ വളർച്ചയും പുരോഗതിയും, ഗാന്ധിയും അന്ധവിശ്വാസവും. ഗാന്ധി അന്ധവിശ്വാസത്തിൻ്റെ ഒരു സൂചന മാത്രം ഞാൻ നൽകാം. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്നൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. അപ്പം അത് ഇപ്പോൾ തന്നെ അജ്ഞതയിലായ ജനങ്ങളെ കൂടുതൽ അജ്ഞതയിലേക്ക് തള്ളിവിടുന്ന പ്രയോഗമാണ് ഗാന്ധി നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ ദൈവ പരാമർശത്തിനെതിരെയാണ് ആ അന്ധവിശ്വാസ പ്രസ്താവന. അതിലെ കമ്മ്യൂണൽ അവാർഡിന് വേണ്ടി മതവും സയൻസും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് ഒരു ലേഖനം കൂടി ഞാൻ പരാമർശിക്കാം. അതിൻ്റെ പേര് അധ്യാത്മം പാടൽ എന്നുള്ളതാണ്. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്ന് ഇന്ത്യയുടെ ആധ്യാത്മികതയെ പറ്റിയൊരു പ്രഭാഷണം നടത്തി. ഇന്നും ആ പ്രസംഗങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിതാണ് ഇന്ത്യയുടെ സംഭാവന, ലോകത്തിന് ആധ്യാത്മികത സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ സംഭാവന ആധ്യാത്മികതയാണ് എന്നൊക്കെ പറയുന്ന തള്ളുകളാണ്. ഈ തള്ളുകൾക്കെതിരെ അദ്ദേഹം സഹോദരൻ നടത്തുന്ന നിരീക്ഷണം ഇതാണ്. ഇന്ത്യയുടെ അത് ലോകത്തിന് മുഴുവനും ഉപകാരപ്രദമാണെന്നാണ് ഇന്ന് നമ്മുടെ മോദിജി പോലും പറയുന്നത്. ഇന്ത്യയുടെ ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് ഇന്ത്യക്ക് ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സഹോദരൻ്റെ ഒന്നാമത്തെ വാദം. അപ്പോൾ നശിച്ച തറവാട്ടിലെ അംഗങ്ങൾ പൂർവ്വ മഹിമ നുണഞ്ഞുകൊണ്ട് വന്ധ്യമായ ആശ്വാസം കൊള്ളുന്നത് പോലെയാണ് ഇന്ത്യൻ നേതാക്കന്മാർ ആധ്യാത്മികത പറഞ്ഞ് വീരവാദം കൊള്ളുന്നത് എന്നാണ് സഹോദരൻ്റെ വാദം. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു. ലോകം മുഴുവനും ലോകത്തിലെ നേതാക്കന്മാർ തുല്യത പറഞ്ഞ് പുരോഗതി നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ രാധാകൃഷ്ണന്മാർ ആധ്യാത്മം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങളെ തൊടാതെയും തീണ്ടാതെയും അടുപ്പിക്കാതെയും നിർത്തുന്ന ഇന്ത്യയുടെ ആധ്യാത്മത്തെ ബിരുദം പഠിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കളോട് ഉത്ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. പകരം അവരെ ആധ്യാത്മം പറഞ്ഞ് മയക്കാനാണ് അദ്ദേഹം തയ്യാറായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇതിലുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യം പോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ പിന്നീട് ലേഖനം വരുന്നു. പിന്നീട് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വളരെ ചുരുക്കി ഒന്ന് അവസാനിച്ച് പോകേണ്ടതുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ജീവിതം. സഹോദരൻ വിശാല കൊച്ചിയുടെ പിതാവായിട്ട്
കെ കരുണാകരനാണ് പൊതുവിൽ പരാമർശിച്ച് പോരാറുള്ളത്. മറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിതാവ് എന്നുള്ള പദം പറ്റേണലാണ്, പാട്രിയാർക്കലാണ്. പക്ഷേ നിലവിലുള്ള പ്രയോഗം അനുസരിച്ചാണെങ്കിൽ വിശാല കൊച്ചിയുടെ പ്രോദ്ഘാടകനെന്നോ ഒക്കെ പറയാവുന്ന തരത്തിൽ ഉള്ള ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചിയുടെ ഇന്നത്തെ വികസനത്തേക്ക് നയിച്ച വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സഹോദരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഒന്ന് MG റോഡാണ്. അന്ന് എറണാകുളത്തെ ഏറ്റവും വീതിയുള്ള റോഡിന് ഒരു പേരുണ്ട്. അതിൻ്റെ പേര് തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ വീതിയുള്ളത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, ബ്രോഡ്വേ. ബ്രോഡ്വേയുടെ അവസ്ഥ നമുക്കറിയാം, വീതി. അതാണ് എറണാകുളത്തെ ഏറ്റവും വലിയ റോഡ്. അന്ന് ആകെ എറണാകുളത്തുണ്ടായിരുന്ന 2 കാറാണ്. അപ്പോൾ സഹോദരൻ അന്ന് പറഞ്ഞു 100 അടി വീതിയുള്ള റോഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിക്ക് എന്തിനീ വലിയ റോഡ് എന്ന് പറഞ്ഞിട്ട് സഹോദരനെതിരെ സമരം മുഴക്കുകയും ഒടുവിൽ സമവായത്തിലൂടെ 70 അടിയായി ചുരുക്കുകയും ചെയ്തു. അതാണ് MG റോഡ്. അതുപോലെ തീരദേശ ഹൈവേ സഹോദരൻ്റെ ആശയമാണ്. ഗോശ്രീ പാലങ്ങൾ സഹോദരൻ്റെ ആശയമാണ്. ഗോശ്രീ പാലത്തിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചതാണ്. ഗോശ്രീ പാലങ്ങൾ അദ്ദേഹം വിശാല കൊച്ചി എന്ന പദം അദ്ദേഹമാണ് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ സഭയിൽ നടത്തിയ റെഫറൻസിനായിട്ട് ഞാൻ അത് നിർദ്ദേശിക്കുകയാണ്. എനിക്ക് അത് സൂചിപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് റെഫറൻസിനായി നിർദ്ദേശിക്കുകയാണ്. സഹോദരൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. അതിലൊരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് സിവിൽ മാരേജ് ബില്ലാണ്. സിവിൽ മാരേജ് ബില്ല് ഏത് മതത്തിലും ജാതിയിലും പെട്ട ആളുകൾക്ക് പ്രണയിക്കാനും വിവാഹം ചെയ്യാനും സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ പ്രസംഗിക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്തൊരു ബില്ലാണ്. ആ ബില്ല് അദ്ദേഹം പറഞ്ഞത് പ്രേമ സ്വാതന്ത്ര്യം വേണമെന്നും ഇന്ത്യ ഒരു ജനതയല്ല എന്നും യൂറോപ്യന്മാരെ പോലെ ഇന്ത്യ ഒരു ജനതയല്ല എന്നും ജാതി വ്യത്യാസം പോവുകയും മിശ്രവിവാഹങ്ങൾ നടക്കുകയും കലരുകയും ചെയ്താൽ മാത്രമാണ് ഇന്ത്യ ഒരു, അപ്പോൾ ആൻറ്റി നാഷണൽ എന്ന് സഹോദരനെ വിളിക്കാം, അദ്ദേഹം എന്നാൽ മാത്രമേ ഇന്ത്യ ഒരു നേഷനായി മാറുള്ളൂ എന്നും പറയുമ്പോൾ അദ്ദേഹത്തിന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒപ്പോസിഷൻ മാരേജ് ഈസ് എ സെക്രമെൻറ്റ്. അതുകൊണ്ട് മിശ്രവിവാഹം പാടില്ലെന്നല്ല, അതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സഭയുടെ വാദം. മാരേജ് പവിത്രമാണ്, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ സഹോദരൻ പറഞ്ഞ വാദം മാരേജ് സേക്രമെൻ്റ് ആണെങ്കിൽ അത് പ്രേമം കൊണ്ടാണ്, പുരോഹിതൻ്റെ മന്ത്രം കൊണ്ടോ ജാലം കൊണ്ടോ അല്ല അത് പവിത്രമാകുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതൻ്റെ മുന്നിൽ വെച്ച് ചെയ്താലും പ്രേമം കൊണ്ടായതുകൊണ്ട് രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് ചെയ്താലും അത് സേക്രമെൻ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും സിവിൽ മാരേജ് ബില്ല് കേരളത്തിൽ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു. നീണ്ടുപോയതിലൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി അവസാനിപ്പിക്കേണ്ട ഒരു വാദം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് സഹോദരൻ്റെ അവകാശ പ്രഖ്യാപന സമ്മേളനം മാത്രമാണ്. സി അയ്യപ്പൻ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റിലായ സമയത്താണ് സഹോദരൻ SNDPയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1944 തീരുമാനമെടുക്കുകയും 49 നടക്കുകയും ചെയ്ത കൊച്ചിയിലെ ഈഴവരുടെ അവകാശ പ്രഖ്യാപന സമ്മേളനമുണ്ട്. ഈ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അത് ആരംഭിക്കുന്നത് മനുഷ്യരെല്ലാം ജന്മനാ തുല്യരാണെന്നും എല്ലാ ജാതി മതസ്ഥർക്കും തുല്യത ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ അവകാശം, സാമുദായിക അവകാശം, വിദ്യാഭ്യാസാവകാശം, സാമ്പത്തിക അവകാശം, മൗലിക അവകാശം എന്നീ 5 ഹെഡിലായിട്ട് നിരവധി അവകാശങ്ങളെ പറയുകയും മൗലികാവകാശത്തിലാണെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും പത്രസ്വാതന്ത്ര്യം, പ്രസംഗ സ്വാതന്ത്ര്യം, യോഗ സ്വാതന്ത്ര്യം, ഘോഷയാത്രാ സ്വാതന്ത്ര്യം വേണം, ആരാധനാ സ്വാതന്ത്ര്യം വേണം, പഞ്ചായത്ത് തലം വരെ പ്രായപൂർത്തി വോട്ടവകാശം വേണം, 16 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വേണം, പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ വേണം, സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ള എല്ലാ പൗരാവകാശങ്ങളും വിദ്യാഭ്യാസാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും വേണം എന്നുള്ള ഇത്തരം ആണ് ഇത് മനുഷ്യാവകാശം. അങ്ങനെ നിരവധി അവകാശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് SNDP സഹോദരൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഡോക്യുമെൻ്റ്. ഇതാണ് സഹോദരൻ SNDPയിലൂടെ ചെയ്ത കാര്യം. അതുപോലെ തന്നെ അങ്ങനെ സഹോദരൻ അങ്ങനെ നിരവധി, സമയക്കുറവുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിരവധി ഇത്തരം ഓരോ രംഗങ്ങളിലൂടെയും സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യരുടെ തുല്യതയെ, ഹ്യൂമാനിറ്റിയെ, മനുഷ്യരാവുന്നൊരു കാലഘട്ടത്തിലേക്കുള്ള സ്വപ്നങ്ങൾ നെയ്തൊരാളെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പറയുകയും എഴുതുകയും ഇടപെടുകയും ചെയ്ത ഒരു മനുഷ്യസ്നേഹിയായ, ഒരു ലോകസ്നേഹിയായ ഒരു യുക്തിചിന്തകനും ശാസ്ത്രപ്രചാരകനും ജാതി വിരോധിയും ഒക്കെ ആയിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കേരളം വീണ്ടും തുടർച്ചയായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് വീണ്ടും ആ പഠനം, ആ വിചാരം കേരളം തുടരേണ്ടതുണ്ട്. സഹോദരൻ അയ്യപ്പൻ ഈ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിനായി എഴുതിയ ഘോഷയാത്രയുടെ ഗാനത്തിലെ 2 വരി മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുജഭേദ മടി തകർന്ന് സമതയെങ്ങും വായിക്കണം, അതിനുവേണ്ടി ഇടവിടാതെ ചുണവിടാതെ പൊരുതണം.
മനുഷ്യർക്കിടയിലുള്ള ഭേദങ്ങൾ അടിതകർന്ന് എല്ലാവരുടെയും സമത്വം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ചുണവിടാതെ അവസാനം വരെ പോരാടണം എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ഇവിടെ യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരമുണ്ടായതിന് എൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുകയാണ്. സമയക്കൂടുതലെടുത്തതിന് ക്ഷമ ചോദിക്കുകയും പൂർണ്ണമാക്കാൻ സാധിക്കാത്തതിനും കൂടി സമയത്തിനുള്ളിൽ പൂർണ്ണമാക്കാൻ സാധിക്കാത്തതിനും കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.